പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, മറ്റൊരു മനോഹര പ്രഭാതം കൂടി സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് നൽകി. അപ്പയോട് കൂടിയുള്ള ജീവിതം എത്ര മനോഹരമാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു ജീവിതം എന്റെ ജീവിതത്തിന്റെ ത്രില്ലായി. ഹല്ലേലൂയ. ഈ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും തളർന്നു പോകാതെ പിടിച്ചു കൊണ്ടുവരുന്ന ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും തളർന്നു പോകാതെ പിടിച്ചു അപ്പയോടുകൂടിയുള്ള ജീവിതത്തിലാണ്, ഈ പിതാവിനോട് കൂടിയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതും ഇവിടുന്ന് പരിശുദ്ധാത്മാവിനെ സ്വർഗീയ പിതാവിനോട് ചോദിച്ച് അയച്ചു നോക്കി ആ ഒരു മനോഹര ജീവിതത്തിന്. ഹല്ലേലൂയ. ഇന്ന് ആരാധിച്ചുകൊണ്ടിരുന്നു ദൈവം ചില പ്രത്യേക വെളിപ്പാടുകളിൽ തരുവാനായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വിവർത്തനവും അതിന്റെ വ്യാഖ്യാനത്തിൽ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ആ കേട്ട ചിന്ത ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ആ വലിയ സ്നേഹം നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. അനാത്മീയരായിട്ട് മനസ്സിലാകാത്തവർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതങ്ങ് വിട്ടേക്കണമല്ലോ. കാരണം അങ്ങോട്ടുള്ള ഉയരത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ അത് IAS പഠിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ആ ക്ലാസ് 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് കൊടുത്തു അവന് മനസ്സിലാകും. പിന്നെ അവൻ അങ്ങനെ എതിർക്കാൻ തുടങ്ങിയിട്ട് കാര്യം. ആ ദൈവം തന്ന ചിന്ത ദൈവം എന്നെ പ്രോംപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ നമ്മളോട് പറയുക. നമ്മളെ വിളിച്ചിരിക്കുന്ന മഹാസ്നേഹം 3:1 പറയും. താഴ്മിന് എത്ര വലിയ സ്നേഹം ഒന്ന് മനസ്സിലാക്കി. എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകി. ആ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കുന്നത് എന്നാ പൊസിഷനാണ്. നമ്മൾ വിളിച്ചിരിക്കുന്നത് ആരായിട്ടാന്ന് അറിയാമോ? എലോഹിമുകളായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എലോഹിമിന്റെ മക്കളായ എലോഹിമിന്റെ മക്കളായ എലോഹിമുകളായ. ആദ്യത്തെ എലോഹിം അപ്പൻ, മറ്റേ എലോഹിം ഒക്കെ എലോഹിമിന്റെ മക്കൾ, ദൈവപുത്രൻ. 52 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. എലോഹിമുകളുടെ സഭയിൽ. മലയാളത്തിലെ ദേവന്മാരെന്ന ട്രാൻസ്ലേഷൻ തെറ്റാണ്. എലോഹിമുകളുടെ സഭ. ദേവന്മാരെന്ന മലയാളത്തിൽ, യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, ദൈവങ്ങളുടെ സഭയിൽ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന എലോഹിം എന്നാണ്. ആ എലോഹിം എന്ന് പറഞ്ഞാൽ അപ്പനായ സ്വർഗീയ പിതാവെന്നല്ല. സ്വർഗീയ പിതാവ് എലോഹിം തന്നെ. പക്ഷെ ആ എലോഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പുത്രൻ. പുത്രനെയും വിളിക്കുന്നത് എലോഹിം തന്നെ. പുത്രനോടോ എലോഹിമേ, നിന്റെ എലോഹിം. പുത്രനെയാണ് തേടുന്നത്. യോഹന്നാൻ 5:18 നമുക്കിത് കാണുവാനായിട്ട് കഴിയും. യേശുക്രിസ്തു തന്നെ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞത് യഹൂദന്മാർ അത് എലോഹിമിന് തുല്യനായി എഴുതിയിരിക്കുന്നു. അങ്ങനെ അവർ ശബത്തിനെ
സ്നേഹിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ്, അപ്പൻ, സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട്, എലോഹിമിനോട് സമനാക്കി. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികം ശ്രമിച്ചു. ദൈവത്തോട് സമനാക്കി. എലോഹിമിന്റെ മക്കളൊക്കെ എലോഹിം. ഇതാണ് ഹെബ്രായ ലേഖനം പറയുന്നത്. അതിന്റെ 8-ാം വാക്യത്തിൽ പുത്രനോടോ, അപ്പൻ അപ്പനോടല്ല, അപ്പൻ മകൻ സൗഖ്യം. ദൈവമേ, എലോഹിമേ, ഗ്രീക്കിൽ പറഞ്ഞ തിയോസേ, എബ്രായ ഭാഷ പറഞ്ഞ എലോഹിമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെക്കോൾ, നേരുള്ള ചെക്കോൾ. നീ നീതിയെ ഇഷ്ടപ്പെട്ടിരിക്കുക, ദുഷ്ടനെ ദോഷിക്കുകയും ചെയ്തിരിക്കുക. എലോഹിമേ, തിയോസേ, ദൈവമേ, നിന്റെ ദൈവം. അതായത് നിനക്കൊരു ദൈവമുണ്ട്, നിനക്കൊരു ദൈവമുണ്ട്, അതാണ് നിന്റെ അപ്പനായ ഞാൻ. പക്ഷെ എനിക്കൊരു ദൈവമില്ല. ആസ് എ ഫൈനൽ എൽ എലിയോൺ ഗോഡ്, മോണോസ് അലിത്തിനോസ് തിയോസ്. ക്രിസ്തു പറഞ്ഞ ഞാനല്ല, ക്രിസ്തു പറഞ്ഞ ഞാനല്ല, ക്രിസ്തു പറഞ്ഞ ഞാനല്ല, ക്രിസ്തു പറഞ്ഞ ഏക സത്യദൈവമായ തനിക്ക് മുകളിൽ വേറൊരു ദൈവമില്ലാത്ത ദൈവം ഞാനല്ല, ക്രിസ്തു പറഞ്ഞത്. മോണോസ് അലിത്തിനോസ് തിയോസ്. ദൈവമേ, എലോഹിമേ, നിന്റെ ദൈവം. മോണോസ് അലിത്തിനോസ് തിയോസ് ആയ സ്വർഗീയ പിതാവ്. നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ നിനക്കാരുണ്ട്? കൂട്ടുകാരുണ്ട്. മനസ്സിലാകാൻ സമയമുണ്ട്. ദൈവത്തിന്റെ ഭാഷ ആർക്കും തല്ലുപിടിക്കണം, ഈ വചനത്തോട് തല്ലിപ്പിച്ചു. അപ്പൊ ഞാനിവിടെ പറഞ്ഞതിന്റെ അർത്ഥം ഇതിലേക്കൊന്നും പോകാനല്ല. കാരണം അറ്റ്ലീസ്റ്റ് ഒരു 4-ാം ക്ലാസ്, 5-ാം ക്ലാസ്, 10-ാം ക്ലാസ് ആരെങ്കിലും ആക്കിയെങ്കിൽ പിന്നെ അതിന് മുകളിൽ പറഞ്ഞാൽ മനസ്സിലാവും. അതിനുവേണ്ടിയാണ് ഇവിടം വരെയും കൊണ്ട്. ഇതൊന്നും പറയാനല്ല ഞാനിവിടെ നിന്ന് ഇതിനെ കൊണ്ട് പറയിപ്പിക്കുക. ആർക്കൊക്കെയോ ഒരു ആവശ്യം. എന്നെ ശ്രദ്ധിച്ചാട്ടെ, എന്റെയും നിങ്ങളുടെയും ആ മഹാഭാഗ്യ പദവിയായി പറയുന്നത്. ഈ മോണോസ് അലിത്തിനോസ് തിയോസ്, ഏക സത്യ ദൈവമായ സ്വർഗീയ പിതാവ് ഒരിക്കൽ തന്റെ മകനോട് ഇങ്ങനെ പറഞ്ഞു. നമുക്ക് എനിക്കും നമ്മുടെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ മനുഷ്യൻ, അതിന്റെ അർത്ഥം ആ മനുഷ്യർ നമ്മുടെ സ്വരൂപമാണ്. ദൈവപുത്രന്മാരായവരുണ്ടാക്കുക, അപ്പന്റെ സാദൃശ്യം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ആദം ദൈവത്തിന്. ഒരിക്കലും ഞാൻ ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടൊരു കാര്യം ഒരിക്കലും ഞാൻ നാടിച്ചത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എന്റെ മകനോട് പറഞ്ഞു, മോനെ, നമുക്ക് വയനാട്ടിൽ, ദൈവം തന്റെ മകനോട് പറയുകയാണ്, നമുക്ക് മനുഷ്യരെ നമുക്കുണ്ടാകാം, നമുക്കുണ്ട്. ഞാൻ എന്റെ മകനോട് പറഞ്ഞു, നമുക്ക് വയനാട്ടിൽ. അപ്പൊ ഞാൻ സാധാരണ വയനാട്ടിൽ പോകുന്നത്, കർത്താവ് എനിക്ക് ഉള്ള ഒരു ഇന്നോവയുടെ വണ്ടിയുണ്ട്, എന്നെ കൊണ്ടുപോകാൻ എൻ്റെ ഒരു സ്നേഹിതരുണ്ട്, പുള്ളിയെ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ വയനാട്ടിൽ പോകുന്നത്. ആ സ്നേഹിതൻ വണ്ടി ഓടിക്കും. വണ്ടി ആ സ്നേഹിതൻ എന്റെ പവറാണ്, എന്നെ കൊണ്ടുപോകും.
സ്വർഗത്തിലെ ദൈവം. ഉൽപ്പത്തി 1:26 പറയുന്നത് അനന്തരം നമുക്ക് ദൈവം ആരോട് സംസാരിക്കുകയാണ്? തന്റെ മകനോടാണ് സംസാരിക്കുന്നത്. നമുക്ക്, കാരണം ഈ മകനിലൂടെയാണ് സകലത ഉണ്ടാക്കിയത്. നമുക്ക് നമ്മളുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കും. ഞാൻ എന്റെ മോനോട് പറഞ്ഞു, നമുക്ക് വയനാട്ടിൽ പോകാം. പക്ഷെ എന്റെ മോൻ അറിയില്ല വയനാട് എവിടെയാണെന്നോ എങ്ങനെ പോകണമെന്നോ. തുടർന്ന് ഞാൻ എന്റെ ശക്തിയെ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അത് അവന് കൊടുക്കുക. ദൈവം എനിക്ക് തന്നിട്ടുള്ള ആ കാറ് അത് ഓടിക്കാനുള്ള എന്റെ സ്നേഹിതനെ കൊടുക്കുക. അവൻ എങ്ങനെയാ പ്രവർത്തിക്കണേ? ആ വാഹനവും ഓടിക്കേണ്ട ആ സ്നേഹിതനാണ് ലീഡ് ചെയ്തത്. എന്റെ മോന് കൊടുത്തു. അവൻ അത് ഉപയോഗിച്ച് ഇതാ ഞങ്ങൾ ഒരുമിച്ച് വയനാട്ടിലേക്ക് യാത്ര. ഇതാണ് ഞങ്ങളുടെ സാദൃശ്യം. ഒരു കാര്യം ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഉള്ള ഞങ്ങളുടെ സാദൃശ്യം. അപ്പനായ ഞാൻ, എന്റെ മകൻ, എന്റെ ശക്തി ഞാൻ എന്റെ മോനെ കൊടുത്തു. ഇങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം അനന്തരം ദൈവം. ദൈവത്തിന് വേണം പറയാം അനന്തരം ദൈവം പറയുക തന്റെ മകൻ അവിടെ കാണിച്ചിട്ടില്ല, പക്ഷെ പറയുന്ന മകനോട്. കാരണം ഈ മകനിലൂടെയാണ് സകല സൃഷ്ടിച്ചതും ഉണ്ടാക്കി. മകനോട് നമുക്ക് നമ്മുടെ സാദൃശ്യം മനുഷ്യൻ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കും? ഇതാ ഞാൻ എന്റെ ശക്തി ഞാൻ ചെയ്തതൊക്കെ എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ മേൽ. ഇതാ ഞാൻ താങ്ങുന്ന ദാസ്, എന്റെ ആത്മാവിനെ ഞാൻ അവന്റെ മേൽ. അങ്ങനെ യേശു സ്വർഗീയ പിതാവ് ഏകജാതനെ കുറിച്ച് സ്വർഗീയ പിതാവിന്റെ ശക്തിയായ പ്രവർത്തിപ്പിക്കുന്ന പരിശുദ്ധ ആത്മ ഇതെല്ലാം കൂടി ചേർന്ന് ഈ സിസ്റ്റത്തിൽ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ഇതാണ് നമ്മുടെ സാക്ഷ്യം. ഇതാണ് നമ്മുടെ സാക്ഷ്യം. They are one. Spirit, soul, and body. ഈ ഒരു തലത്തിൽ നമ്മൾ എത്തിച്ചേരണം. നമ്മൾ ദൈവത്താൽ ഫുള്ളി ലോഡഡ് ആയിരിക്കണം. ആ സാദൃശ്യത്തിൽ ഫുള്ളി ലോഡഡ് ആയിരിക്കണം. ഇന്ന് ഈ ഒരു തലത്തിലല്ലാത്തത് കൊണ്ടാണ് ആ ഒരു തലത്തിലേക്ക് നമ്മളെ ആക്കിയെടുക്കുന്നത്. നമ്മളെ ദൈവത്തിന് അന്യപ്പെട്ടു പോയി. സ്വർഗീയ പിതാവിന് അന്യപ്പെട്ടു പോയി. ഇവിടെ തന്റെ പുത്രനെയും തന്റെ ആത്മാവിനെയും രണ്ടും സ്വർഗീയ പിതാവ് അയക്കുകയാണ്. ആ ഒരു സാദൃശ്യ സ്വരൂപവും ആ ഇമേജ് റീസ്റ്റോർ ചെയ്യുവാൻ, യഥാസ്ഥാനപ്പെടുത്തുവാൻ ഇത് നമ്മളിലേക്ക് കടന്നു വരണം. ഇതാണ് ധൂർത്തപുത്രന്റെ കഥയിലൂടെ മരണപ്പെട്ട മകനെ തിരിച്ച് ജീവിപ്പിക്കാൻ തന്റെ മകനെ കാൽവരി ക്രൂശിൽ യാഗമാക്കി. ഞാൻ വന്നത് ജീവൻ തരാനുള്ള സമയത്ത് നഷ്ടപ്പെട്ട മകനെ കണ്ടെത്തുവാൻ തന്റെ പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. ഈ രണ്ട് പ്രവർത്തനം ചേർന്ന് കഴിയുമ്പോൾ സ്ത്രീക്ക് ലഭിച്ച രണ്ട് ചടങ്ങ്, ഈ രണ്ട് പ്രവർത്തനവും ചേർന്ന് കഴിയും
നമ്മൾ വീണ്ടും ആ ദൈവപുത്രന്റെ സ്ട്രക്ചറിലേക്ക് കടന്നു വരാൻ, ദൈവപുത്രന്റെ സ്ട്രക്ചറിലേക്ക് കടന്നു വരാൻ, ഏലോഹിമുണ്ടായി ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ആൺമീൻ എത്ര വലിയ സ്നേഹം ദൈവം നമ്മോട് കാണിച്ചു. ദൈവ മക്കള് ഏലോഹിം മക്കള് വിളിക്കപ്പെടുന്നത്. മക്കളെ നഷ്ടപ്പെടുത്തരുതേ, നഷ്ടപ്പെടുത്തരുതേ, നഷ്ടപ്പെടുത്തരുതേ. മനുഷ്യരുടെ ചതിയ, ദുർഭൂതങ്ങളുടെ ഉപദേശത്താണ് ഇതിനെ നഷ്ടപ്പെടുത്തരുതേ. ഇന്ന് കർത്താവിനോട് പറയുന്നത് ഈ ഒരു മഹാ സ്നേഹത്തിലേക്ക് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുക, ദൈവപുത്രന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വചനഭാഗം വായിച്ചു നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഒരു വചനഭാഗം വായിച്ചു മുന്നോട്ടേക്ക് പോവുക. എഫേസ്യയിലെ 4 അതിന്റെ 14, 15 വാക്യങ്ങൾ ശബ്ദമുയർത്തി നമുക്ക് ആർക്ക് വേണേലും വായിക്കാവുന്നതാണ്. ഫാദർ താങ്ക് യു. ആരെങ്കിലും വായിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അവര്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴയുന്ന ശിശുക്കൾ ആയിത്തീരാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളാണ് കുടുങ്ങിപ്പോവാൻ തക്കണം. നമുക്ക് കുടുങ്ങി കഴിഞ്ഞപ്പോൾ രക്ഷ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റും. അത് നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാണ്, ഓരോ ഉപദേശവും ഓരോ കാറ്റാണ് കാണിക്കുന്നത്. കാറ്റ് ഒരു തൂവലിലെടുത്തോളൂ, എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ഒരു പിടുത്തൂല, എങ്ങോട്ടേക്ക് എന്നതുപോലെ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞ് കുഴലുന്ന ശിശുക്കളായിരിക്കാം സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാണ്. ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ വളരുവാൻ. ക്രിസ്തു ആരാ? ദൈവം. ഞാൻ നിങ്ങളോട് കണ്ടക്ട് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം, ഞാൻ ഇങ്ങോട്ടേക്ക് മീറ്റിങ്ങിനായിട്ട് കയറി വരുമ്പോൾ കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ചാനൽ നമുക്കുണ്ടല്ലോ, ആ ചാനലിൽ ഒരു ദേവദാസ് ശുശ്രൂഷിക്കുക. അപ്പോഴെനിക്ക് മനസ്സിലാവും 20 ദിവസം ഉപവാസം. അപ്പൊ ഉപവാസത്തിന്റെ ലക്ഷ്യം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ക്രിസ്തുവിനെ പോലെയാണ്. പെട്ടെന്ന് അദ്ദേഹം ഒരു സ്റ്റെപ്പ് ചേഞ്ച് ചെയ്ത് സംസാരിച്ചു. ആരും അദ്ദേഹത്തോട് ചോദിച്ചതിന്റെ ഉത്തരം നമുക്ക് ക്രിസ്തുവിനെ പോലെ ആകണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നാം ദൈവം മാറുകയല്ല, ദൈവത്തെ പോലെയാണ്. അതായത് ദൈവമായി മാറുകയല്ല, ആ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ഇത് തിരിച്ചറിയാൻ ഇടയായിട്ടുള്ളത്. ദൈവത്തിന്റെ വചനം പറയുന്നു, അങ്ങനെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചു ക്രിസ്തുവാകുന്ന തലയോളം വളരുവാനിടയാണ്. അപ്പോഴിവിടെ മനസ്സിലാക്കുക, ക്രിസ്തു ദൈവം തന്നെയാണ്. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞ ഏകസത്യദൈവമായ പിതാവല്ല, അത് യേശുവിന്റെ അപ്പനാണ്, സ്വകീയ പിതാവാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത് പത്നാൽക്കാർക്ക് മറിയത്തോട് യോഹന്നാൻ 20:17 പറയാണ്, ഞാൻ എന്റെ ദൈവം
അപ്പൊ എനിക്ക് ആരുണ്ട്? ദൈവം. നിങ്ങളുടെ ദൈവം രണ്ടും ആരാണ്? ഒരാൾ. എന്റെ പിതാവും നിങ്ങളുടെ പിതാവും അതിന്റെ അടുക്കിലേക്ക്. അപ്പൊ രണ്ടും ആര് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. അതിന്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു പോകുന്നു. കാരണം ഞാൻ ആദ്യം സകല പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം തന്നെ യേശുവിനെ ആദ്യമായി ഉളവാക്കിയ ദൈവത്തിന്റെ വചനം പറയും. ഞാനല്ല, ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നീ എന്റെ പ്രിയപുത്രൻ എന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. സങ്കീർത്തനം 2-ാം അധ്യായം നമുക്ക് കാണാം. അപ്പോൾ തന്നെ കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് കാണാം അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും. അതായത് ആ ഇമേജാണ്, ഏതൊരു മോനെ അപ്പന്റെ ഇമേജാണ്. സർവ സൃഷ്ടികൾക്കും ആദ്യജാതന, എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് ആദ്യമായി ജനിച്ചവൻ. ഹല്ലേലൂയ. ആ യേശുവിനെ പോലെ ആയി തീരാനാണ് നമ്മളെ ദൈവാഗ്രഹിച്ചത്. അതാ ഇവിടെ പറയുന്നത്. സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലമുറ സകലത്തിനും വളരുവാനിടയില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെയല്ല പഠിച്ചത്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ എതിർക്കണമെന്നൊക്കെ തോന്നുന്നു. സത്യത്തോട് എതിർത്ത് എത്ര എതിർത്താലും എതിർക്കുന്നു വീഴത്തേ ഉള്ളൂ. ഈ ജിമ്മിന് പോകുന്ന ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരറിയാം, അവിടെ കാണാൻ അവര് അവസാനത്തെ എക്സസൈസ് എടുക്കുമ്പോൾ സാധാരണ ഒരു 12 റിപ്പീറ്റേഷൻ ഒക്കെയാ ഒരു കാര്യം അവർ ചെയ്യും. പക്ഷെ അവസാനത്തേത് അവർ എടുത്ത് അവര് അവസാനം എടുക്കാൻ പറ്റാതെ തളർന്ന് സ്റ്റോപ്പ് ആകുന്നത് വരെ അവർ. എന്നതുപോലെ സത്യത്തോട് എതിർക്കുന്നവർ എതിർത്ത് അവൻ വീഴുമെന്നല്ലാതെ അവൾ വീഴുമെന്നല്ലാതെ സത്യം വീഴുന്നില്ല. നമ്മളെ ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ സ്വർഗത്തിൽ വെച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെ വെച്ചിരിക്കുമ്പോ നമ്മളെ ആരും തെറ്റിക്കരുതെന്നാണ് ഇവിടെ പറയും. അവിടെ മനുഷ്യൻ തെറ്റി എന്ന ദൈവത്തിന്റെ വചനം പറയാം. മനുഷ്യൻ തെറ്റി. ഇങ്ങനെ നാം മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാൻ തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്ത്രം അവൻ ആദ്യം അറിയത്തില്ല, കുടുങ്ങിപ്പോകാനായി ഇടയാകും. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം ഇതൊന്നുമല്ല. നമ്മുടെ ലക്ഷ്യം ആ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ നമ്മളെ പുതിയതായി സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പുതിയതായി സൃഷ്ടിച്ച ആ ക്രിസ്തുവിൽ നാം പൂർണ്ണരാണ്. പക്ഷെ നമുക്കിത് അറിയത്തില്ല. പക്ഷെ അതിനെ പൊതിഞ്ഞ് നമ്മുടെ പഴയ സൃഷ്ടി നിൽക്കുകയാണ്. അപ്പൊ ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ വെളിപ്പെടുത്തണം. ഇത്രയുള്ള കാര്യം. ഓൾറെഡി ദൈവ സ്വഭാവം ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് വെളിപ്പെടുന്നില്ല. കാരണം പഴയവരോട് നിൽക്കുകയാണ്. ഇവന് സ്വന്തം രാജ്യക്കാരനെ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവൻ സ്വന്തം രാജ്യം സ്ഥാപിക്കും. ഇവനാണ് കത്തോലിക്കായിലും, ഇവനാണ് IPC-യിലും, ഇവനാണ് CSIയിലും, ഇവനാണ് ലോകത്തിലെ മതങ്ങളിലുള്ളവൻ. ഇവനല്ല, പുതിയവൻ ദൈവ കുടുംബത്തിലുള്ളവൻ. അപ്പോ ഇവൻ ഇതൊക്കെ മാറ്റിയിട്ട് ഇവൻ എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്. പക്ഷെ ഇവൻ എല്ലാവരും സ്നേഹിക്കാൻ പറ്റും. ഇവന് തന്റെ കൂട്ടത്തിലുള്ളവർ മാത്രം സ്നേഹിക്കും. പക്ഷെ ഇവൻ അങ്ങനെയല്ല, ഏവരെയും ശത്രുക്കളെ സ്നേഹിക്കും. അപ്പൊ ഈ മതക്കാരനെ, സംഘടനാക്കാരനെ ഇവനെ അങ്ങ് ഒഴിവാക്കണം. ദൈവപുത്രനെ എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവപുത്രനെ വെളിപ്പെടുത്തും. ഈ ദൈവപുത്രൻ സ്വർഗത്തിന്റെ, ഇവൻ ഭൂമിയുടെ, ലോകത്തിന്റെ. അതുകൊണ്ട് ഇവനെ കണ്ടാൽ ലോകക്കാർ ഇവനെ ഉപദ്രവിക്കും. യേശുവിനെ ഉപദ്രവിച്ചു. അതുകൊണ്ട് ലോകം നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ പഴയവനായിട്ടൊക്കെ തുടങ്ങാൻ മതി. ഇവനെ വെളിപ്പെടുത്താൻ തുടങ്ങിയാൽ ഉടനെ ലോകം നിങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങും. യേശു പറഞ്ഞു, പച്ചമരത്തോട് ഇങ്ങനെ ഉണങ്ങിയത്. അപ്പൊ പ്രിയ സഹോദരൻ, ഈ യാത്രയിൽ നമ്മൾ തെറ്റിച്ച് കളയാനായിട്ട് ബൈബിൾ അറിയാവുന്നവനെ ബൈബിളിലെ വചനം കൊണ്ട് തെറ്റിക്കും. ബൈബിൾ അറിയാത്തവനെ അല്ലാത്തത് കൊണ്ട് ലോകം വിട്ട് തെറ്റിപ്പോകും. നമ്മുടെ ലക്ഷ്യം ക്രിസ്തു ആണ് തലയോളം വളരുകയും ആ ലക്ഷ്യം വിട്ട് വേറെ ഒരു യുദ്ധത്തിലേക്ക് പോകാം. കഴിഞ്ഞ ഞാൻ ചിന്തിക്കുന്നു, വെള്ളിയാഴ്ച മെസ്സേജ് ശേഷം ആരൊക്കെയോ അവിടെ മെസ്സേജിന്റെ താഴെ ഫേസ്ബുക്കിൽ
കമന്റ് ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തു ദൈവമാണ്. കുറച്ചു പേര് യേശുക്രിസ്തു ദൈവമല്ല. സഹോദരങ്ങളെ, മറ്റുള്ളവർ എന്തും പറയട്ടെ, നിങ്ങൾ ആ യുദ്ധത്തിലേക്കൊന്നും പോകരുത്. അതൊരു ഏലിയാം യുദ്ധമാണ്. അതിലേക്കൊന്നും പോകരുത്. അതൊന്നും ആവശ്യമില്ല. ഈ പുസ്തകം നമ്മളോട് യേശുവിനെ ദൈവമാക്കാനും പറയുന്നില്ല, യേശുവിനെ ദൈവമാക്കട്ടെന്നും പറയും. ഈ പുസ്തകത്തിൽ എന്തൊക്കെ യേശുവിനെ കുറിച്ച് പറഞ്ഞോ അതൊക്കെ ആമേൻ. മനസ്സിലാകുന്നു? നമ്മളോട് അതൊന്നും സ്വർഗത്തിലെ ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല. കർത്താവ് യേശു നമ്മളെ അറിയുന്നില്ല. നമ്മളോട് പറഞ്ഞു. നമ്മളോട് എന്താ പറഞ്ഞത്? ദൈവത്തിനായ ക്രിസ്തുവിന്റെ തലയോളം വളരെ. ഇപ്പൊ നമ്മള് യേശുവിനെ ദൈവം അല്ലാതെ ആക്കി വാദിച്ചു, നമുക്ക് എന്നാ ഗുണം? ഒരു ഗുണം. നമ്മൾ വാദിച്ച് യേശുവിനെ ദൈവം ആക്കി, നമുക്ക് എന്നാ ഗുണം? ഒരു ഗുണമില്ല. ഒരു ലാഭം ഇല്ലാത്ത ബിസിനസ് എന്തിനാ പോകുന്നത്? അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ ആരും അതിലേക്ക് പോകണ്ട. ദൈവം ആക്കാനും പോകണ്ട, ദൈവം ആക്കാതിരിക്കാനും പോകണ്ട. നമ്മളോട് എന്നാ പറഞ്ഞാൽ എപ്പോഴും സത്യത്തിന് സാക്ഷ്യം. ആരെങ്കിലും തെറ്റ് പ്രചരിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ താഴെ ശരിയായ വചനം അവർക്ക് കേൾക്കാൻ മനസ്സുണ്ട്. കേൾക്കട്ടെ. ഇതല്ലേ കർത്താവ് പറയുന്നത്? ആത്മാവ് അവരോട് പറയുന്നത് ശരിയുള്ളവർ. ഈ ലോക ജീവിതത്തിൽ എല്ലാവർക്കും എന്തും തിരഞ്ഞെടുക്കും. പരീക്ഷയാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരും, ഒരു ചോദ്യം ചോദിച്ചു. പരീക്ഷ ഹോളിലേക്ക് ആരും ഇടിച്ചു കയറുന്നില്ല. ടീച്ചർ ഇടിച്ചു കയറത്തില്ല. അയ്യോ അങ്ങനെ എഴുതലി, ഇങ്ങനെ എഴുതലി, കേറില്ല. അയ്യോ തെറ്റാണ്, ഇങ്ങനെ എഴുത്, കേറില്ല. ജോലി സ്വന്തത്തിന് തരും. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നേ. ആകത്തോട് അതിനൊക്കെ പറഞ്ഞു കൊടുക്കും, ഇന്നതാ ചെയ്യേണ്ടത്. പരീക്ഷയ്ക്ക് മുമ്പ് നീ ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യം അവയെ പഠിപ്പിക്കണം. അത് അവയെ അറിയിച്ചു. പരീക്ഷനായ പിശാചി തോട്ടത്തിൽ കയറി പരീക്ഷ എടുക്കാൻ കയറിയിരിക്കുക. യേശുവിനെ പരീക്ഷിച്ച പുള്ളിക്കാരനാണ്. തിന്നരുതെന്ന് ദൈവം പറഞ്ഞാൽ തിന്നിപ്പിക്കാൻ വന്നിരിക്കും. അപ്പൊ ഈ ചോദ്യം വന്നപ്പോ ഹവ്വയ്ക്ക് തിന്നാനുള്ള മനസ്സൊക്കെ കയറി എന്ന് വന്നപ്പോ ദൈവം ഓടി പാഞ്ഞ വന്നു എന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. എടി മോളെ തിന്നല്ലേ എന്നൊരു അശരീരി ഹവ്വ കേട്ടു. ഉടനെ ഹവ്വ പഴത്തിൽ നിന്ന് കൈവിട്ടു. ഇല്ല, പറയില്ല. പറഞ്ഞ പിന്നെ പരീക്ഷയല്ല. ദൈവത്തിനോട് എങ്ങനെ ചെയ്യാമായിരുന്നു? പലരും പറഞ്ഞിട്ട് ഏലം തോട്ടത്തിൽ സർപ്പം കേറാതെ ഒരു വേലി കെട്ടിയിരുന്നെങ്കിൽ പ്രശ്നം വല്ലതും ഉണ്ടാക്കാൻ. ഇല്ല മോനെ മോളെ, നമ്മളെ പിശാചിന്റെ മണ്ഡലത്തിൽ ദൈവം കൊണ്ടേ ആക്കും. അതുകൊണ്ടാ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത്, പരിശുദ്ധ ആത്മാവ് യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ അവനാ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതായത് നിങ്ങൾ എന്ത് വചനം കേട്ടോ അതിന്റെ ഓപ്പോസിറ്റ് കേൾക്കാൻ ഒരു അവസരം ദൈവം തരും. ഇതെപ്പോഴും ഓർമ്മയാണ്. എനിക്ക് മുമ്പേ പണ്ട് ഇതൊക്കെ പ്രസംഗിച്ച പല ദൈവദാസന്മാരും അവര് പോലും ഇതേ അവസരം വന്നു വീണു എന്ന് എന്നോട് വേറെ ചില സഹോദരങ്ങളൊന്നും പറയാനായി. മക്കളെ, ദൈവം ഒരിക്കലും ഇടയ്ക്കൊന്ന് കൈക്കാർ പിടിക്കണം. എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് നിൽക്കാൻ ജീവനും മരണവും ഈ ഭൂമിയിലെ ജീവിതം നമ്മുടെ മുമ്പിൽ വെച്ച് നമുക്ക് ഇഷ്ടമുള്ളത് ഹല്ലേലൂയ. അപ്പോ നമ്മളോട് പറയാത്ത യുദ്ധത്തിനൊന്നും പോകരുത്. നമ്മളോട് പറഞ്ഞ ക്രിസ്തുവാകുന്ന തലയോളം സകലത്തിനും വളരുവാനിടയാണ്. കാരണം ഓൾറെഡി ആ സീഡ് നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണതയുള്ള ഫുൾനെസ്. നമ്മൾ ഇനി പഴയതിനെ മാറ്റി പുതിയതിനെ വെളിപ്പെടുത്തുകയാണ്. അതിന് നമ്മൾ ചെയ്തത് ക്രിസ്തുവിനെ അനുഗമിക്കുക. ഇതാണ് നമ്മളുടെ ശുശ്രൂഷ. ബാക്കി എല്ലാം അവിടെ ഇവിടെ കിടക്കുന്ന തർക്കങ്ങൾ പലതും ഉണ്ടാകും. എല്ലാ തർക്കങ്ങളും നമുക്ക് ഈ ജീവിതത്തിൽ തീർക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയ സത്യം നമ്മൾ നിലകൊള്ളുക.
മറ്റുള്ളവരോട് ഒരു പ്രാവശ്യം പറയുക, മാക്സിമം 2 പ്രാവശ്യം പറയുക, എതിർക്കാൻ വന്നാൽ ആ പ്രൈസ് ലോർഡ് ബ്രദർ, പ്രൈസ് ലോർഡ് സിസ്റ്റർ, ആ ഒരു ബന്ധത്തിൽ അവരെ നിർത്തി അവരെ സൂക്ഷിച്ച് നമ്മൾ ഈ യാത്ര, അവർ മുഖേന നമ്മുടെ യാത്ര മുടങ്ങാൻ ഇടയാകരുത്. ഏറുപൊക്കം. ഇതുകൊണ്ടാണ് ഭർത്താക്കന്മാരോട് ഭാര്യമാരോട് ചേർത്ത് പറയുന്നത്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരുപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ത്രീജനം അറിയാവുന്നവരെന്ന് പറഞ്ഞ് ബലമുള്ള പാത്രം എന്ന് കരുതിയല്ല, അവർ ബലഹീന പാത്രം എന്ന് മനസ്സിലാക്കണം. കരുതി വിവേകം ഉണ്ടാകണം, അവരുമായി പ്രവർത്തിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും. അപ്പൊ നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് മുടക്കം വരാൻ ഇങ്ങനെയുള്ള ഒരുവളെയും ഹല്ലേലൂയ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പദ്ധതി ക്രിസ്തുവാകുന്ന തലയോളം വളരെ വളരെ ഹല്ലേലൂയ. അതെങ്ങനെയെന്നൊക്കെ കർത്താവ് യേശു പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാകുന്നത് കൊണ്ട് ദാസന്മാരോട് വിവരിച്ച് ഇപ്പൊ ഒരു കൊച്ചു കുഞ്ഞ് 11 വയസ്സുള്ള കൊച്ചു പറഞ്ഞ കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ നാണിപ്പിച്ച് കളഞ്ഞാൽ അല്ലേ. ഹല്ലേലൂയ. ആ കൊച്ചു പറഞ്ഞൊരു കാര്യം, എന്റെ സ്വയം എന്നെ തടയുകയാണ്, എന്റെ സ്വയത്തെ തകർത്ത് മുന്നേറാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞിന്റെ വാർത്തകൾ. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ധാരാളം സ്വയത്തിൽ അങ്ങ് പറയുകയാണ്, അതൊക്കെ നമ്മളെ തകർത്ത് കളയാനാണ്. അങ്ങനെയുള്ളവർ, ഞാൻ കഴിഞ്ഞൊരു കാലം വെച്ചാൽ അങ്ങനെയുള്ളവരുടെ കൂട്ട് നമ്മൾ കൂടിയാണ് നമ്മൾ അതേപോലെയാണ്. ജ്ഞാനിയുടെ കൂടെ നടന്നാൽ ജ്ഞാനിയാ, കോപിഷ്ഠനോട് നടന്നാൽ നീ അവന് വഴികളെ കണ്ടുപിടിക്കും, നീയും കോപിഷ്ഠനാകും. അതുകൊണ്ട് എപ്പോഴും നല്ല ചുറ്റുപാട്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിന്ന് നടക്കുമ്പോൾ തന്നെ ഏതൊരു വചനം പറയുന്നു, നീ എന്ത് ചെയ്യുന്നറിയാമോ? ആ ലോകത്തിൽ നടക്കുമ്പോ ഈ ഷൂ ഉപയോഗിച്ച് വേണം നടക്കാൻ. ഷൂ ഉപയോഗിച്ച് വേണം നടക്കാൻ. സുവിശേഷം കൊണ്ടുള്ള ഒരുക്കമാകുന്ന ഷൂ ഇട്ടിട്ട് വേണം ഈ ലോകത്തിൽ നടക്കാൻ. കാരണം ലോകത്തിന്റെ അകത്തേക്ക് കയറാൻ, ലോകത്തിന്റെ അകത്തേക്ക് കയറാൻ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് യാത്രയാണ്. അപ്പൊ ഇവിടെ മനുഷ്യരുടെ ചതിയാൽ ഉപായത്തിൽ തെറ്റിച്ചുകളെ തന്ത്രങ്ങൾ കുടുങ്ങി പോകാൻ ഇടയാകരുത്. ഫാദറെ താങ്ക് യു. ഇനി ഇതുമായുള്ള ബന്ധത്തിൽ തക്ക സമയത്ത് ഒരു ആഹാരമാണ് കർത്താവിന്റെ പ്രകാശിപ്പിച്ചത്. പലപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഇപ്പോഴും ഞാൻ കുറച്ചും കൂടി റിലവന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അന്ന് ഇതിനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ തന്നായിരുന്നു. താങ്ക് യു. ശ്രദ്ധിച്ചാട്ടെ, ഇപ്പോ പല മേഖലകളിൽ ഇപ്പോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്സിൻ എന്ന് പറയുന്ന സമയം അന്ന് പറഞ്ഞിരുന്നു മാൻഡേറ്ററി ആക്കും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ മാൻഡേറ്ററി ആക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോ ഈ സമയത്ത് ഈ വാക്സിനാണ് മാർക്കോ ദ ബീസ്റ്റ് എന്നും പറഞ്ഞ പ്രസംഗിക്കുന്ന ചില സ്ത്രീകളെ അവിടെ ഇവിടെയൊക്കെ കാണാം. സ്ത്രീകളെ കേട്ട് അത് ആവർത്തിക്കുന്ന പുരുഷന്മാർ, ഹൗവയെ കേട്ടത് ആവർത്തിക്കുന്ന ആദ്യത്തെ ഉള്ളവരെയും കാണാം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ധാരാളം ചോദ്യങ്ങൾ ഒക്കെ കടന്ന് വന്നിരിക്കുകയും ജനം പല തെറ്റായ ചിന്തകളിലേക്ക് ഇതുകൊണ്ടാണ് പറയുന്നത്, ഇനി മനുഷ്യരുടെ ചതിയാൽ ഉപായത്താലും തെറ്റിച്ച് കളയുക. ഇതിന്റെയൊക്കെ ലക്ഷ്യം തെറ്റിച്ച് കളയുക. പിശാച് മനുഷ്യനെ തെറ്റിച്ച് കളയാൻ ഉപയോഗിക്കും. ഹൗവ അറിഞ്ഞില്ല, ഹൗവയെ ചതിക്കുകയായിരുന്നു പിശാച്. ഹൗവ വന്ന് ആരത്തെ തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കണ്ണ അലഞ്ഞൊഴുകുന്ന ശിശുക്കളായിരിക്കും. ഇവിടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങളോട് ആരോടും ഞാൻ വാക്സിൻ എടുക്കാൻ പറയുന്നില്ല, വാക്സിൻ എടുക്കണമെന്നും പറയുന്നില്ല, എടുക്കരുതെന്നും പറയും. ഞാൻ അതിന്റെ ഒരു വ്യക്താവാണ്. പക്ഷെ എന്റെ ലക്ഷ്യം നിങ്ങൾ ആരും ചതിക്കപ്പെടരുത്. നിങ്ങളെല്ലാവരും ജയിച്ച് ദൈവരാജ്യം വാങ്ങിച്ചു. വാക്സിൻ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നു അവന് ഇഷ്ടം. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ശരീരത്തിലേക്ക് ഒരു മരുന്ന് കയറാൻ എനിക്ക് ആഗ്രഹമില്ല. തീരെ നിവൃത്തിയില്ലാതെ വന്നാലേ ഞാൻ ആ മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്.
ഇവിടെ ഈ തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. അവൻ തന്നെ ദൈവസ്ഥത്തിൽ ചിന്തിച്ച് മുന്നോട്ടേക്ക് പോവുക. അവനവന്റെ ജയത്തിനും പരാജയത്തിനും ഒക്കെ അവനവൻ തന്നെ കാരണം. ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തിൽ നിന്ന് കേട്ട മനസ്സിലാക്കിയത് പ്രകാരം എന്റെ ജീവിതത്തിൽ ഞാൻ ക്രമമാണ്. ദൈവത്തിന്റെ വചനം എന്നോട് പറഞ്ഞിരിക്കുന്നു, നീ നിന്നെ തന്നെ. അതിനുശേഷം അതായത് എന്റെ രക്ഷയാണ് എനിക്ക് പ്രാധാന്യം, കാരണം ദൈവവചനം അങ്ങനെ പറയുന്നു. അതിനുശേഷമാണ് നിങ്ങളുടെ രക്ഷയെ കുറിച്ച് എനിക്ക് പ്രാധാന്യം തരുന്നത്. പിന്നെ നിന്റെ ഉപദേശം കേൾക്കുന്നു, നിന്റെ ഉപദേശത്തെ സൂക്ഷിച്ചാൽ നീ അവരെയും രക്ഷിക്കും. അപ്പൊ എന്നെ രക്ഷിക്കണം, എന്റെ ഉപദേശം കേൾക്കുന്നവരെ രക്ഷിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ട് എന്നെ രക്ഷിക്കണം. തുടർന്ന് എന്റെ ഉപദേശം ഒരുത്തനെ രക്ഷിക്കാം. എന്റെ ഉപദേശം ദൈവവചന പ്രകാരം അല്ലെങ്കിൽ അത് ഒരുവരെ തകർത്ത് കളയും. ഏതൊരു ദൈവിക പൈതൃക ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ആ പറയുന്നത്. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് കൊടുക്കുന്ന, തന്റെ ശിഷ്യനായ തിമോത്തിയോസിന് കൊടുക്കുന്ന ഒരു വാണിംഗ് ആണ് അത്. 1 തിമോത്തി 4-16 വാക്യം വായിച്ചു. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്ക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ ദൈവത്തിന്റെ വചനം തിമോത്തിയോസിനോട്, അതായത് പൗലോസ് അപ്പോസ്തലൻ തന്റെ ശിഷ്യനായ തിമോത്തിയോസിനോട് പറയാണ്, നിന്നെ തന്നെ ഉപദേശത്തെ സൂക്ഷിച്ചു. അപ്പോ ഒരു വ്യക്തി ആദ്യമേ സൂക്ഷിക്കേണ്ടത് അവനവനെ തന്നെ. കാരണം അവനവനെ സൂക്ഷിച്ചാൽ അവനവൻ രക്ഷപ്പെടുന്നു. പിന്നെ അവനെ സൂക്ഷിക്കുന്നത് എന്താണ്? അവൻ കേട്ട ഉപദേശം. ഇനി അവൻ പറയുന്ന ഉപദേശം സൂക്ഷിച്ചുകൊള്ളണം. നിന്റെ ഉപദേശത്തെ സൂക്ഷിച്ചുകൊള്ളുക. അങ്ങനെ ചെയ്ത നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അതായത് മാറി മാറി പറയരുത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കണം. മാറി മാറി പറയരുത്. കഴിഞ്ഞ നാളില് നമ്മുടെ കൂട്ടത്തിൽ ഒരു ദേവാസിനെ കുറിച്ച് കേട്ട ഒരു ദൈവപൈതല് പറഞ്ഞ ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ രൂപപ്പെട്ടപ്പോ ഇങ്ങനെ ഞാൻ മനസ്സിലായ. കഴിഞ്ഞ നാളിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് പലരും സഭയിലും പോയി. ഈ നാട്ടിൽ അദ്ദേഹം അത് മാറ്റി പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ഥിരതയില്ല. അങ്ങോട്ട് കുറച്ചാൾ പറയും, പിന്നെ ഇവരുടെ കൂട്ടുകൂടും, അത് കുറച്ച് അങ്ങോട്ട് പറയും. ഇവിടെ പറയുന്ന കാര്യം ഈ അതിൽ ഉറച്ചു നിൽക്കാൻ. ഈ ദൈവരാജ്യത്തിന്റെ മൊഴികൾ കേട്ടോ, ക്രിസ്തു പറഞ്ഞത് കേട്ടോ, ക്രിസ്തു അല്ലേ പറഞ്ഞത്, ഉറച്ചു നിൽക്കാം. അങ്ങനെ ചെയ്താൽ, ഉറപ്പില്ലെങ്കിൽ പരിപാടിയില്ല, അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. നീ നിന്നെയും രക്ഷിക്കും, നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. ആടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീ നിന്നെയും രക്ഷിക്കത്തില്ല, നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ ഉറച്ചു. ഹല്ലേലൂയ. ഉറക്കണമെങ്കിൽ ആദ്യം എന്നോടത് ക്രിസ്തു പറഞ്ഞതാണെന്നുള്ള ഉറപ്പും ബോധ്യം അകത്തുണ്ടാകണം. ആത്മാവിൽ തലയിൽ നിന്ന് പ്രാർത്ഥിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇപ്പോഴത്തെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പലയിടത്തും
നിയമങ്ങൾ കഠിനമാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാന് നേരത്തെ വായിച്ച 1-2 വചനങ്ങൾ മാത്രം നിങ്ങൾ വായിക്കാം. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ല. പകരം എന്നിട്ട് വാക്സിനെ കുറിച്ച് ചില വചനഭാഗങ്ങളെടുത്ത് ഈ സഹോദരിമാർ, ഞാൻ അവരെയൊക്കെ സ്നേഹിക്കും, അവരൊക്കെ നന്മയിലേക്ക് വരാൻ പറഞ്ഞിട്ടുള്ള വാക്കുകളൊന്നും നമുക്ക് വചനത്തിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് എന്ത് അതിൽ നിന്ന് തോന്നും? ദൈവസന്നിധിയിൽ എന്ത് മനസ്സിലായി? ആ സത്യത്തിൽ നിങ്ങൾ നിലകൊണ്ടാൽ അവനെ രക്ഷിക്കാം. ഹല്ലേലൂയ. അപ്പോ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവം വെച്ച അധികാരത്തിന് കീഴടങ്ങിയിരിക്കും. അതാണ് ഞാൻ ബൈബിളിൽ ഞാൻ മനസ്സിലാക്കി. ഗവൺമെന്റുകൾക്ക് കീഴടങ്ങിയിരിക്കും, വീട്ടിലെ അപ്പനും അമ്മയ്ക്ക് കീഴടങ്ങിയിരിക്കണം, ടീച്ചർമാർക്ക് കീഴടങ്ങിയിരിക്കണം, പാസ്റ്റർമാർക്ക് കീഴടങ്ങിയിരിക്കണം, ഗവൺമെന്റുകൾ കീഴടങ്ങിയിരിക്കും. എപ്പോ മാത്രമേ നമുക്ക് അവരിൽ നിന്ന് മാറേണ്ട അവസ്ഥയുള്ളൂ? അവർ ദൈവത്തെ ധിക്കരിച്ച് നമ്മളോട് പാപം ചെയ്യുവാൻ ആവശ്യപ്പെട്ടാൽ, ദൈവത്തിന് വചനം പറയുന്നു, ഭാര്യമാരെയും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് ഉചിതമാം വണ്ണം കീഴടങ്ങിയിരിക്കും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, കർത്താവിന് ഉചിതമാം വണ്ണം അല്ല ഭർത്താവ് പറയുന്ന, ഭർത്താവ് ഭാര്യയെ വിൽക്കാൻ കൊണ്ടുപോവുകയാണെങ്കിൽ, ഭർത്താവ് ഭാര്യയോട് തിന്മ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം വേണ്ടി നീ തീരുമാനിക്കുക എന്നതിന്റെ അർത്ഥം. പാപം ചെയ്യുവാനുള്ള അവസരത്തിലേക്ക് ഏത് അധികാരം ഏറ്റവും ഉയരത്തിലുള്ള അധികാരമായ ക്രിസ്തുവിൻ തലയായ ദൈവം, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷ തല ക്രിസ്തു തലയായ ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ തരുന്ന ചിന്തകളൊക്കെ വിയോജിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ പാപം ചെയ്യാൻ കൊണ്ടുപോവുകയാണെങ്കിൽ കീഴടങ്ങിയിരിക്കണോ വേണ്ടേ നമുക്ക് തീരുമാനിക്കാം. ശദ്രക് മേശക് അബേദ്നെഗോ എടുത്ത തീരുമാനമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തത്. പ്രിയ സഹോദരനെ, അല്ല എങ്കിൽ നമ്മൾ കീഴടങ്ങിയിരിക്കണം എന്നാദ്യം തന്നെ മനസ്സിലാക്കുക. ഇത് ആര് പറയുന്നു? ഞാനല്ല, വചനം പറയുന്നുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിലേക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈവൻ അതുകൊണ്ടാണ് നമ്മൾ ടാക്സ് വെട്ടിപ്പോലെ നടത്താറ്. ടാക്സ് വെട്ടിപ്പോലെ ചെയ്യാൻ പാടില്ല. ദൈവവചനത്തെ കീഴടങ്ങിയിരിക്കണം. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് 2 വാചനഭാഗം വായിച്ച് നമുക്ക് പെട്ടെന്ന് ആ ഭാഗത്തേക്ക് കടന്നു പോവാം. റോമലേഖനം 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നിർത്തി ശബ്ദത്തിൽ വായിക്കണം. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ പോകുന്നില്ല. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവൃത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥാനം ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷകനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. മതി, ശ്രദ്ധിച്ചാട്ടെ. ദൈവത്തിന്റെ വചനം പറഞ്ഞു കേട്ടോ. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല. ദൈവവചനത്തിന് കീഴടങ്ങാൻ നിനക്ക് ചെവിയുണ്ടെങ്കിൽ കീഴടങ്ങാൻ. അവർ ആരെന്നറിയാമോ? ദൈവവചനം പറയുന്നു, ദൈവ ശുശ്രൂഷകരാണ്. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവിക വ്യവസ്ഥയോട് മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കുമെന്ന് പറഞ്ഞത് ഞാനോ ഭൂമിയിലെ ഒരു ഗവൺമെന്റുകളും അല്ല, സ്വർഗത്തിലെ ഗവൺമെന്റ്. ഐ റെസ്റ്റ് മൈ കേസ്. ഓക്കെ, ഇനി അടുത്ത 1 പത്രോസ്
രണ്ടാമത് 13, 14 വാക്യം. സകല മനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം മനുഷ്യ നിയമത്തിനും കർത്താവിന്റെ നിമിത്തം കീഴടങ്ങുവിൻ. ആദ്യ ഭാഗം കേൾക്കുന്നില്ല. അതിന്റെ 13, 14 വീണ്ടും റിപ്പീറ്റ് ചെയ്തേ. ഏതോ നെറ്റിന്റെ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. സകല മനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. ശ്രേഷ്ഠാധികാരികൾ എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ. ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിന്റെ വചനം പറയുന്നു ഭരണകൂടത്തിന് കീഴടങ്ങി. ആര് നിമിത്തം? കർത്താവിന്റെ നിമിത്തം. അങ്ങനെ ഞാൻ എന്റെ കയ്യിൽ നിന്നൊന്നും ഇടുന്നില്ല, നിങ്ങൾ വായിച്ചു തന്നെ. കർത്താവിന്റെ നിമിത്തം ദൈവം വെച്ച എല്ലാ അധികാരത്തിനും. ഇനി ഇവിടെ ഇപ്പോഴത്തെ ബലഹീനമായ പാർട്ട് പറയുന്നു, എന്താദ്യം ദൈവം പറഞ്ഞാലും അതിനെ ഒരു കൗണ്ടർ ചെയ്യാനായിട്ട് പിശാച് വേറൊന്നാക്കി. ആദ്യത്തോട് ദൈവം പറഞ്ഞു തന്മേളത്തിന്റെ ഫലം തിന്നരുത്. പിശാച് അവയിലൂടെ വേറെ ദിവസം നടത്തി തിന്നാൻ കുഴപ്പമില്ല, നമ്മൾ തിന്നില്ല. അപ്പോ ദൈവത്തിന്റെ വചനം മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന് പറയുന്ന ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫൈനൽ എക്സാം. ആ ഫൈനൽ എക്സാമിനെ കുറിച്ച് പറയുന്നതൊക്കെ ശരി തന്നെയാണ്. അത് വരും. അത് വരാൻ വേണ്ടിയുള്ള വഴികൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് വന്നു കഴിയുമ്പോൾ ഇന്നത്തെ സിസ്റ്റങ്ങളൊക്കെ, നമ്മുടെ കാർഡ് സംവിധാനങ്ങളൊക്കെ, കാർഡിലുള്ള ചിപ്പ്, ആ സംവിധാനമൊക്കെ മാറിയിട്ട് അത് നമ്മളുടെ ബയോമെട്രിക് സംവിധാനവും ഫിംഗർ പ്രിന്റിലൂടെ ഉള്ള സംവിധാനവും കാർഡിലുള്ള ചിപ്പ് സംവിധാനവും കൂടെ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഒരു സിസ്റ്റമായി നമ്മളുടെ ബോഡിക്കുള്ളിലേക്ക് മാറും. നമ്മുടെ ഐഡിയ ആയി മാറും. അതിലേക്കുള്ള യാത്രയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് പലതിലൂടെയും സ്വർഗത്തിലെ ദൈവം നമുക്ക് വാങ്ങി തരികയാണ്. ജസ്റ്റ് ലൈക്ക് എ മോഡൽ. അപ്പോ പിശാച് അതിനെല്ലാം ഉപയോഗിച്ച് ഈ മനുഷ്യനെ വീണിക്കാൻ ശ്രമിക്കുമ്പോ നിങ്ങൾ തലയായ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് അവിടെ നിന്ന് സന്ദേശം കേട്ടില്ല. പക്ഷേ നല്ലൊരു പങ്കിലും അങ്ങോട്ടേക്കൊന്നും വളർച്ച കിട്ടാത്തത് കൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ദൈവം തന്ന എന്നെ ഒരുക്കുന്ന ഭാഗം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അത്രയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. ആത്മാവ് സമയമുള്ളത് ശരിയുള്ളൂ. ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാനത് ഏറ്റെടുത്തു. ഇതാ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കും. വേണ്ടാത്തവരെടുക്കണ്ട. ആരെങ്കിലും തിരിച്ചെന്തെങ്കിലും താഴെ എഴുതിയാൽ ഞാൻ കമന്റ് ചെയ്യാൻ വരില്ല. എനിക്ക് ഒന്നാമതായുള്ള ടൈമിൽ അത് നോക്കാൻ സമയമില്ല. നിങ്ങളെ സ്നേഹിക്കുന്നിട്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കുന്ന ആഗ്രഹം. പക്ഷെ അതിലേക്ക് തിരിയാനുള്ള സമയം കിട്ടാറില്ല. കാരണം പുതിയത് തന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ ആദ്യം പ്രസംഗിച്ച ഭാഗമുണ്ട്, അത് ഇവിടെ വെച്ച് പുതിയത് ഇവിടെ വന്ന് തന്നുകൊണ്ടിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് എന്നോട് ആരെങ്കിലും ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം മിനിസ്ട്രി ഉണ്ട്. ഈ കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി മറ്റുള്ളവർക്ക് ഡോക്യുമെന്ററി ആയിട്ട് എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കാം. കട്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ല നല്ല കൊച്ചു സന്ദേശങ്ങളായിട്ട് അയച്ചു കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്കുള്ള ജോലികളാണ്. ഞാൻ എന്ത് ജോലി ചെയ്യും എന്ന് വിചാരിച്ചിരിക്കണ്ട. ദൈവം നിങ്ങളെ കേടി ചെയ്തെങ്കിൽ ചെയ്താൽ. ഹല്ലേലൂയ. പണ്ടതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ദൈവം കുറേശ്ശെയായിട്ട് ചില കാര്യങ്ങളിലേക്ക് തന്നു. കുറെ കാര്യങ്ങളിലേക്ക് പിശാചി വെട്ടിക്കളഞ്ഞു. ഞാൻ കാണുന്നു പിശാചി വെട്ടിയതല്ല, ദൈവം പൂൺ ചെയ്തതാ. കുറെ കൂടി ഞാൻ ഫലമായി തീരാനായിട്ട് ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഇതുമായുള്ള ബന്ധത്തിൽ ഇവർ പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം. ഈ വാക്സിനെ കൊണ്ടുവന്ന് മാർക്ക് ഓഫ് ദ ബീസ്റ്റാക്കി വെച്ച് ഇന്ന് അനേകർ അവരുടെ ജോലി വിട്ടു. ഇന്ന് പലരും പലയിടത്തേക്കും മാറി, പല മേഖലയിലേക്ക് മാറി. ഇതിനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പലരും ജോലി കളയാൻ വേണ്ടി നിൽക്കുന്നു. പല നിലകൊള്ളുക. കാരണം അവർക്ക് ദൈവ സ്നേഹമുള്ളത് കൊണ്ടാണ്.
ഇത് എടുക്കണം ആഗ്രഹിച്ചുകൊണ്ടാ. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു, ഇവിടെ പറയുന്നു മനുഷ്യരുടെ ഉപദേശത്തിൽ തന്ത്രത്തിൽ കുടുങ്ങി നശിച്ചു പോകും, അതിൽ കുടുക്കപ്പെടും. നിങ്ങൾ കാണിക്കുന്ന ദൈവസ്നേഹം അതൊരു ഫുളിഷായി സ്നേഹമായി പോകുന്നത്. അതായത് പത്രോസ് കാണിച്ചു പോലെ നിന്നോട് മരിക്കേണ്ടി വന്നാൽ ഞാൻ തള്ളി പറയത്തില്ല, സ്നേഹം കൊണ്ട് പറഞ്ഞു. പക്ഷെ അതൊരു ഫുളിഷ്നെസ് ലെവലിലേക്ക് പോയി. അതാ അപ്പൊ ഈ നാളുകളിൽ നമ്മളെ ദൈവസ്നേഹം പ്രകടിപ്പിക്കലൊക്കെ നല്ലതാ, പക്ഷെ അത് വിഡ്ഢിത്തമായി പോകും. അതിന്റെ അർത്ഥം എങ്ങനെയാന്ന് വിഡ്ഢിത്തം എങ്ങനെയാകും? നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന വരായിക നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകും. ദൈവസ്നേഹം കുറച്ച് നാൾക്കുള്ളിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ടൊക്കെ തീരും. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഫണ്ട് തീരാൻ ഒരു ഒന്നും വേണ്ട, ഒന്നും പറയുന്ന താരം മനസ്സിലായി. ഭൂമിയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു നോക്കിയേ, നമുക്ക് വലിയൊരു ടാങ്ക് വെള്ളമുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചോ, അത് പറ്റിപ്പോവും. കുറച്ചുകൂടെ ഒഴിച്ച് പറ്റിപ്പോവും. നിങ്ങളുടെ ടാങ്കിലുള്ള വെള്ളം തീർന്നു, നിങ്ങളുടെ ടാങ്കിലേക്ക് വേറെ വെള്ളം വരുന്നില്ല. അങ്ങനെ വെള്ളം വരാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ യഥാർത്ഥ നേച്ചർ നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങളുടെ മക്കളുടെ യഥാർത്ഥ നേച്ചർ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ ഭർത്താവിന്റെ യഥാർത്ഥ നേച്ചർ നിങ്ങൾ മനസ്സിലാക്കും. പണം വരാതിരിക്കുമ്പോൾ നിങ്ങളുടെ അപ്പന്റെയും അമ്മയുടെയും നേച്ചർ നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, അയ്യോ ഞാൻ ചെയ്തൊരു വിഡ്ഢിത്തമായി പോകും. ആ വിഡ്ഢിത്തം അല്ല, മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ആണ്. പക്ഷെ അത് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് അല്ലെങ്കിലും പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊരു പമ്പര വിഡ്ഢിയായി തന്ത്രത്തിൽ കുടുങ്ങി. യുദ്ധത്തിന് മുമ്പ് യുദ്ധമല്ലാത്തതിനോട് യുദ്ധം ചെയ്യുന്ന നിങ്ങളുടെ ശക്തി മുഴുവൻ തീർന്നവനോട് തുല്യമാണ്. മനസ്സിലായില്ലെങ്കിലും മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥ യുദ്ധം ദാവീദിനും ഗോലിയാത്തിനോടാണ്. ആ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ ദാവീദ് വന്നപ്പോൾ വരുന്നു ഇപ്പുറത്തെ ചേട്ടനായ ഏലിയാവ് യുദ്ധത്തിൽ. എടാ മരുഭൂമിയിൽ കുറച്ച് ആടുകളെ ഉണ്ടായതിനെ കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണോ അധികം പ്രസംഗി എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിന് നേരെ വരുന്ന ഏലിയാവിനോട് യുദ്ധം ചെയ്യാൻ ദാവീദ് പോയില്ല. കാരണം ദാവീദിനറിയാം, എന്റെ യുദ്ധം എന്റെ ചേട്ടായിയോടല്ല, നമുക്ക് ജനറത്തോട് യുദ്ധമില്ല, എന്റെ യുദ്ധം ഇവനോടായി, ഗോലിയാത്ത്. അതുകൊണ്ട് ചേട്ടായിയോട് യുദ്ധം ചെയ്ത് എന്റെ ശക്തി കളയും, എന്റെ ശക്തി കളയും. ഹല്ലേലൂയ. ഞാന് ഇടയ്ക്ക് കുറച്ച് എയറോബിക്സ് എക്സർസൈസ് നടത്തം പോലുള്ള എക്സർസൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സ്ട്രെങ്തനിങ് എക്സർസൈസിലേക്ക്. അപ്പോ ഞാൻ ഒരു 1 hour, ചിലപ്പോ 1 hour കൂടുതൽ എയറോബിക്സ് ചെയ്യും. അതിലേക്ക് ശേഷം സ്ട്രെങ്തനിലേക്ക് പോയപ്പോ ഒരു പരിചയസമ്പന്നനായ ഒരു വ്യക്തിയോട് പറഞ്ഞത്, അത്രയും എയറോബിക്സ് ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞ പിന്നെ സ്ട്രെങ്തനിങ് എക്സർസൈസ് ചെയ്യുവാനുള്ള സ്ട്രെങ്ത് ഉണ്ടാകും. ശരിയാ, 1-1.25 മണിക്കൂർ ബ്രിസ്ക് വാക്ക് അല്ലെങ്കിൽ ഓട്ടം, ഇത് കഴിഞ്ഞിട്ട് സ്ട്രെങ്തനിങ്ങിലേക്ക് പോകുമ്പോൾ ഉള്ള എനർജി ഒക്കെ തീർന്നിട്ടുണ്ടാവും, എല്ലാ ഫാറ്റും മുഴുവൻ തീർന്നിട്ടുണ്ടാവും. സോറി, എല്ലാ ഷുഗറും എനർജി മുഴുവൻ തീർന്നു, ഒന്നും ഫാറ്റ് കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൾ വളരെ ക്ഷീണം. ഇതേപോലെ ദൈവം മക്കളെ നമുക്ക് തന്നിട്ടുള്ള ആ സ്റ്റോറേജ് മുഴുവൻ അനാവശ്യമായി നമ്മൾ യുദ്ധചിത്രത്തിൽ ആ ശക്തിയെ നാം സംഭരിക്കണം. ഇത് യഥാർത്ഥ ഗോലിയാത്ത് മുമ്പ് നിൽക്കും, യഥാർത്ഥ മാർഗോപദേശം മുമ്പ് നിൽക്കും. അതിനോട് എതിരിടാൻ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തിയില്ലാതെ നിങ്ങൾ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. അപ്പൊ ഈ നാളുകളിൽ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച്, ഞാൻ ദൈവത്തെ കേട്ടതനുസരിച്ച് ഈ വാക്സിൻ അല്ല മാർഗോപദേശം. ബൈബിളിലെ പറയുന്ന അതായത് മാർഗോപദേശവുമായി ഇത് ചേരുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ബെരോയിലുള്ളവരെ കൂടെ ഉത്തരവാദിത്തമായിരിക്കുക. അപ്പൊ തളരരുത്, തളർന്ന നീ തകർന്നു. കാലാളുകളോട് കൂടെ ഓടി നാം തോറ്റുപോയാൽ ഇനി കുതിരയോടുകൂടെ എങ്ങനെ ഓടിച്ചു? അപ്പോ ശ്രദ്ധിച്ചാട്ടെ, മാർഗോപദേശം വരും, അത് നമ്മൾ ജയിക്കും, ദൈവം നമ്മളെ ജയിപ്പിക്കും. ദൈവത്തിന്റെ കണ്ടീഷനിൽ നാം നിൽക്കാം. ഇവിടെ 1-2 വാക്കുകൾ ഇവിടെ പറഞ്ഞിട്ട് മുന്നോട്ടേക്ക്. വെളിപ്പാട് പുസ്തകം 18 അതിന്റെ 23-ാം വചനത്തിലെ
ഒരു വാക്ക് പറഞ്ഞിട്ടാണ് ഇവിടെ വാക്സിനാണ് മാർഗോന്ന് എന്ന് പറഞ്ഞ ഈ സഹോദരിമാര് സമൂഹത്തെ തെറ്റിക്കും. എല്ലാ സമൂഹവും തെറ്റപ്പെടുത്തില്ല. നീതിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾ സ്വയത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവർ തെറ്റും. വായിച്ചാട്ടെ വെളിപ്പാട് 18:23. വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കയില്ല, മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കൾ ആയിരുന്നു. നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു. Oh Father, we thank you. Hallelujah. ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതാ സഹോദരങ്ങളെ, നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ ബൈബിൾ കാണാം. അവിടെ പറയുന്ന ആ ചിന്ത, വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല, മണവാട്ടിയുടെ സ്വരം ഇനി നിന്നിൽ കേൾക്കുകയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരിക്കും. ഇത് പറയുന്നത് വെളിപ്പാട് പുസ്തകം 17:18. ഇത് പറയുന്നത്, ഇത് ഈ ക്ഷുദ്രം എന്ന് പറയുന്നത് ഫാർമക്കിയ എന്നൊരു ഗ്രീക്ക് വാക്കാണ്. അത് മെഡിസിൻ എന്നാണ് പറയുന്നത് എന്നും പറഞ്ഞിട്ടാണ് മാർഗോന ബീസ്റ്റ് ആണ് ഇത് എന്ന് പറഞ്ഞ് ജനത്തെ ഇതേപോലെ വഴിയാധാരമാക്കി വെച്ചു. ശ്രദ്ധിക്കുക, ഇനി മനസ്സിലാക്കിയാണ് മാർഗോന ബീസ്റ്റ് കൊണ്ടുവരുന്നത് ആന്റി ക്രൈസ്റ്റ് ബീസ്റ്റ് ആണ് അത് കൊണ്ടുവരുന്നത്. എന്നാൽ ഇവിടെ വെളിപ്പാട് പുസ്തകം 17-18 പറയുന്നത് ബീസ്റ്റിനെ കുറിച്ചല്ല, ബാബിലോൺ വേശ്യയെ കുറിച്ചാണ് പറയുന്നത്. ഒരു സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. ബാബിലോൺ വേശ്യയെ കുറിച്ച്, സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ വീട്ടിൽ വെച്ച് വായിച്ചു നോക്കുക. ബാബിലോൺ വേശ്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ സഭ നിർമ്മല കന്യകയായ കർത്താവിന്റെ മണം. എന്നാൽ ഈ മത സംവിധാനത്തോട് ചേർന്ന് കിടക്കുന്ന ലോകസ്നേഹിയായ മതമുണ്ട്. സ്ത്രീ വ്യഭിചാരിണി എന്നാണ് ബൈബിൾ പറയുന്നത്. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്, നിങ്ങൾ അറിയുന്നില്ലേ? ഇതാണ് ബാബിലോൺ. അവർ സ്വയത്തില് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തില്ലേ, ഞാൻ പ്രാർത്ഥിച്ചില്ലേ, ആ പരീക്ഷനേക്കാൾ അല്ലെങ്കിൽ ആ ചുങ്കക്കാരനേക്കാൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ ചെയ്യുന്നു. സ്വയത്തിൽ അഹങ്കരിക്കും. ഞാനൊരു വിശുദ്ധനെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ലോകസ്നേഹിയായി മുന്നോട്ടേക്ക് പോകുന്ന അവസ്ഥ. ഇതാണ് വെളിപ്പാട് പുസ്തകം കാണുവാനായിട്ട് കഴിയും. ഞാൻ ചിന്തിക്കുന്നു 11-ാം അധ്യായത്തിലാണ് തോന്നുന്നു, അവിടെ പറയുന്നുണ്ട്, വരുവിൻ നമുക്ക് ഇഷ്ടിക ചുട്ട് സ്വർഗത്തോളം ഉയരത്തിൽ ഒരു ഗോപുരം ഉണ്ടാക്കാം, എന്നിട്ട് നമുക്കൊരു പേരുണ്ടാക്കാം. അപ്പൊ നമുക്ക് പേരുണ്ടാക്കുന്ന മാനുഷികമായ സംഘടന ബാബേൽ ഗോപുരം എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് ഈ ഒരു സംഭവം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിക്കോളണം. വെളിപ്പാട് 11:11 മനുഷ്യർ പറയാണ്, അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടികാർത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശുവിന്റെ കുമായമായും ഉപയോഗിച്ചു. വരുവിൻ വരുവിൻ, എല്ലാ സംഘടനാ ബലമാണ്. നാം ഭൂതലമൊക്കെ ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണവും, അപ്പൊ ഒരു പട്ടണം പണിയുണ്ട്. ഈ വേശ്യയ്ക്ക് ഒരു പട്ടണം പണിയുണ്ട്. പട്ടണവും ആകാശത്തുന്ന ഒരു ഗോപുരം പണിക, നമുക്കൊരു പേരുണ്ടാക്കാൻ, പേരുണ്ടാക്കുന്ന പണിയുണ്ട്. ഇതാണ് ബാബിലോൺ, അല്ലാണ്ട് ആന്റി ക്രൈസ്റ്റ് അല്ല. ഓക്കെ, ആന്റി ക്രൈസ്റ്റ് അല്ല. അപ്പോ ബാബിലോൺ ലോക സ്നേഹത്തെയും ദൈവത്തെ വിട്ടുണ്ടാക്കുന്ന പട്ടണം പണിയെയും എസ്റ്റാബ്ലിഷ്മെന്റിനെയാണ്. അതിനെ ഒരു സ്ത്രീയോട് ഉപമിച്ചു. ആ സ്ത്രീ നിങ്ങളെ ചതിക്കുമെന്നാണ് അവിടെ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നത്. അല്ലാതെ ഈ സ്ത്രീയല്ല
മനസ്സിലാക്കുക, ഈ സ്ത്രീ അല്ല എന്ത് കൊണ്ടുവരുന്നേ, മാർഗോ ദ ബീസ്റ്റ് കൊണ്ടുവരുന്നത് ബാബിലോൺ വേശ്യ അല്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ചില സഹോദരന്മാർ എന്നെ അറിയിച്ചു, ഫാദർ ഇതാ ദൈവം എന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ഞാൻ ഇങ്ങനെ രേഖപ്പെടുത്തി അവർക്ക് അയച്ചു. നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. ഇത് ഈ സ്ത്രീകൾ, ഈ ഹൗവകൾ വ്യാഖ്യാനിച്ചു എങ്ങനെയാണ് അവർ എഴുതിയിട്ടുണ്ട്. വിളക്കിന്റെ വെളിച്ചം ഇനി നിങ്ങൾ പ്രകാശിക്കുകയില്ല, മണവാളുടെയും മണവാട്ടിയുടെ സ്വരം ഇനി നിങ്ങൾ കേൾക്കുകയില്ല, നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരിക്കുന്നു, നിന്റെ വാക്സിനാൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ ക്ഷുദ്രത്താലം കൊണ്ട് വാക്സിൻ എന്നാക്കി സകല ജാതികൾ വശീകരിക്കും. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ വാക്സിൻ ആണ് മാർഗോദവിസ് എന്ന് പറയുന്നത്. ഈ മാർഗോദവിസ് കൊണ്ടുവരുന്നത് ഈ ബാബിലോൺ വേശ്യ അല്ല. മാർഗോദവിസ് കൊണ്ടുവരുന്നത് ആന്റി ക്രൈസ്റ്റ് ആണ്. അത് ഗവൺമെന്റ് സംവിധാനമാണ്, അല്ലാണ്ട് അതൊരു മത സംവിധാനമല്ല എന്ന് ആദ്യം മനസ്സിലാക്കും. വെളിപ്പാട് പുസ്തകം 13 14 അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് താഴെ എഴുതിയിരിക്കുന്നു, ബാബിലോൺ വേശ്യ അല്ലടോ ആന്റി ക്രൈസ്റ്റ് പീസിനെ കൊണ്ടുവരുന്നത്, മാർഗോദവിസ് കൊണ്ടുവരുന്നത്. അയ്യോ, ചിരിക്കാതെ വയ്യ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സത്യത്തോടെ ചേർന്ന് നിൽക്കുക. ബൈബിളിലാണ് സത്യം. അപ്പോ ഇനി ഞാൻ മറ്റൊരു 2 കാര്യം പറയാം. ഈ ഫാർമക്കിയ എന്നുള്ള വേർഡ് ബൈബിളിൽ പുതിയ നിയമത്തിൽ 3 പ്രാവശ്യമാണ്. 3 പ്രാവശ്യം. ഈ 3 പ്രാവശ്യം ഇത് മെഡിസിൻ ആണ് എന്നൊന്ന് വെച്ച്, അല്ലെങ്കിൽ മാർഗോദവിസ് വെച്ച് എന്ന് വെച്ച് നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേട്ടാ, ഈ ഫാർമക്കിയയ്ക്ക് മെഡിസിൻ എന്നുകൂടി അർത്ഥമുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ പറയുന്നത്, ഈ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തികൾ അവർക്ക് ഹീബ്രുവും ഗ്രീക്കും ഒക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ്. എന്നീ സഹോദരിമാര് പറയും, ഞങ്ങൾ ഗ്രീക്ക് പഠിച്ചു, ഹീബ്രു പഠിച്ചിട്ടാണ് ഇത്. ശ്രദ്ധിച്ചേ, എന്നാൽ ഇവരെക്കാളല്ല ജനനം മുതലേ ഹീബ്രുവും ഗ്രീക്കും ഒക്കെ അറിയാവുന്ന നാട്ടുകാരാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ അവർക്ക് മനസ്സിലായത് ഈ ബൈബിളുകളിൽ പല പല ട്രാൻസ്ലേഷനുകൾ എഴുതി വെച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയ മേജർ ട്രാൻസ്ലേഷനുകളിലും ഇതിനെ പറഞ്ഞിരിക്കുന്നത് മന്ത്രവാദി, ക്ഷുദ്രം എന്നാണ്. ഇനി നമുക്ക് അതിന്റെ അർത്ഥം സ്ക്രീനിൽ കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം പെടുത്തുക. ഇത് 3 പ്രാവശ്യമാണ് ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് മനസ്സിലാക്കി. ഒന്ന് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ അവിടെയും പറയുന്നുണ്ട് ക്ഷുദ്രം എന്ന്. ജഡത്തിന്റെ പ്രവൃത്തികളാണ് ക്ഷുദ്രം എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും നമുക്കിത് മരുന്നെന്ന് എഴുതിയത് വായിച്ചാൽ എങ്ങനെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക എന്ന് ഒന്ന് ചിന്തിക്കും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം, ഓ ഫാദർ ഐ താങ്ക് യു, അതിന്റെ 19, 20, 21 വാക്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ വക പ്രവർത്തിക്കുന്നത് ദൈവരാജ്യം അവകാശം വയ്ക്കത്തില്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ വായിച്ചാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ 19, 20, 21. ജഡാഭിലാഷത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം. ഈ ആഭിചാരമാണ് ഈ ഫാർമക്കിയ എന്നുള്ള വാക്കുകൊണ്ട് പറയപ്പെടുന്നു. ആഭിചാരം എന്ന വാക്ക്. അപ്പോ ആ ആഭിചാരത്തിന് പകരം നിങ്ങൾ അവിടെ മരുന്നെന്ന് എഴുതിയൊന്ന് വായിക്കണം. ഓക്കെ, ക്രിസ്റ്റി ദേവദാസിന്റെ ആ ആഭിചാരം എന്നുള്ളത് മരുന്നെന്ന് എഴുതി വായിച്ച് എങ്ങനെ ഇരിക്കും നോക്കാം. ജഡത്തിന്റെ പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് അറിയാം. ജഡാഭിലാഷത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, മരുന്ന്, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്,
മുതലായവ എന്ന് വെളിപ്പെടുന്നു. ശ്രദ്ധിച്ചാട്ടെ സഹോദരികളെ, ശ്രദ്ധിച്ചാട്ടെ. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അത് അങ്ങനെ വായിക്കുമ്പോ? എന്തൊരു പന്തികേട് തോന്നുന്നു. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, ആവിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, സ്വന്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് എന്ന് പറയുന്നതിന് പകരം ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, മരുന്ന്, പക, പിണക്കം, ജാരശങ്ക. അങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക്? ഇനി നമുക്ക് ഈ മരുന്നിന്റെ പേര് മാർക്കോദബീസ്റ്റ്. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, മാർക്കോദബീസ്റ്റ്, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം. എങ്ങനെ തോന്നുന്നു? ഇനി അതിന് വേണമെങ്കിൽ മാറ്റി വേറെ ഇടാം. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, വാക്സിൻ, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം. അതിന്റെ ഒരു ഫൂളിഷ്നെസ് മനസ്സിലാവും. ഇനി ശ്രദ്ധിച്ചാട്ടെ, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തികൾ ഇതാ അവർ നന്നായിട്ട് ഗ്രീക്കും ഹീബ്രു ഒക്കെ അറിയാവുന്ന ജനനം മുതലേ അതൊക്കെ പഠിച്ചു വളർന്ന വ്യക്തിത്വങ്ങളാണ്. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിത്വങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ജോൺ വൈക്ലിഫ്, വില്യം ടിൻഡെയിൽ. ഇതാ അവര് ഈ ഹീബ്രു, ഗ്രീക്ക് ഈ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകളാണ്. അതിൽ ചിലരാണ് ചിലര്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ആ ചിലർ ഇവർക്ക് നന്നായിട്ട് അവര് ഇതൊക്കെ അറിയാവുന്ന പണ്ഡിതന്മാർ. ഇനി പല ഭാഷകളിലേക്ക് ഇതിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്. ഈ ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഇവർക്ക് അത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നാണ് തോന്നിയത്. Oh Father, I thank you. Oh, ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതിന്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് കാണാം. കുറച്ച് ട്രാൻസ്ലേഷൻ എടുത്തിട്ടുണ്ട്. ഈ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതേ വേണ്ടി ഇതൊക്കെ ഇംഗ്ലീഷിലേക്ക്, ഹീബ്രുവിൽ ഇത് ഇംഗ്ലീഷിലേക്ക് വന്നു. ഇത് എങ്ങനെയാണ് ഞാൻ ഒന്നുകൂടി പറയാം. ഈ ഫാർമക്കിയ എന്ന വേർഡിന് മരുന്ന് എന്ന വാക്ക് കൂടി ഉണ്ട്. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന രീതി നമുക്ക് ആ ബൈബിളിൽ നോക്കി കഴിയുമ്പോൾ, ഞാൻ സ്ക്രീനിൽ നിങ്ങൾ കൊണ്ടുവരാം. സ്ക്രീനിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിനെ കുറിച്ച് ബോധമാണ്. ഗലാത്യയില് 5:20 അതിന് വിച്ച് ക്രാഫ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ കേട്ടോ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ അങ്ങനെ കൊടുത്ത മരുന്നെഴുതാതെ? കാരണം അതിന്റെ എക്സ്പ്ലനേഷൻ താഴെ നിങ്ങൾക്ക് കാണും. ഫാർമക്കിയ താഴെ എഴുതിയിരിക്കുന്നു. മെഡിക്കേഷൻ, ദാറ്റ് ഈസ്, അതായത് മാജിക്, സോസറി, വിച്ച് ക്രാഫ്റ്റ്. മെഡിക്കേഷൻ, ദാറ്റ് ഈസ്, അതായത് മാജിക്, സോസറി, വിച്ച് ക്രാഫ്റ്റ്, ക്ഷുദ്രം, തന്ത്രം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഇതാണ്. പ്രാർത്ഥനയും ക്ഷുദ്രവും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. പ്രാർത്ഥന ഒരു വിഷയത്തിലേക്ക് സൃഷ്ടാവായ ദൈവത്തെ ക്ഷണിക്കും. ക്ഷുദ്രം ഇതേപോലെ തന്നെ വിഷയം പരിഹരിക്കാൻ തക്കവണ്ണം പിശാചിനെ ക്ഷണിക്കും. ഇത് തന്നെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇവിടെ ഇതുമായിട്ട് ബന്ധത്തിലുള്ള ബൈബിൾ വേർഡുകളാണ്. മറ്റ് ട്രാൻസ്ലേഷനാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇവർക്ക് ആർക്കും ഇവിടെ നിന്ന് മരുന്ന് എഴുതാൻ തോന്നാൻ ന്യൂ ഇന്റർനാഷണൽ വേർഷൻ idolatry and medicine, hatred, discord എന്ന് അല്ല എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, idolatry and witchcraft. witchcraft എന്നുള്ള വേർഡ് ഫാർമക്കിയ എന്ന വേർഡ്. എന്തുകൊണ്ടാ അവര് അതിനെ വാക്സിൻ ഒന്നോ മരുന്നോ കൊടുക്കാൻ, മാർക്കോദബീസിനോ കൊടുക്കാൻ? കാരണം അത് അങ്ങനെയെല്ലാം തോന്നുന്നു. ശ്രദ്ധിച്ചേ, അടുത്തത് ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ. അതെഴുതിയിരിക്കുന്നു ഐഡോലട്രി, വിഗ്രഹാരാധന. പിന്നെ ഫാർമക്കിയ എന്ന വാക്കിന് അവർ കൊടുത്തിരിക്കുന്നത് സോസറി, ക്ഷുദ്രം, മന്ത്രവാദം. എന്തുകൊണ്ട് അവർ വാക്സിൻ ഒന്ന് കൊടുക്കാൻ? ഇനി അടുത്തത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വെർഷൻ. അവർ എഴുതിയിരിക്കുന്നു ഐഡോലട്രി ആൻഡ് സോസറി, മന്ത്രവാദം. വീണ്ടും ഐഡോലട്രി. അടുത്തത് ബെരിയൻ സ്റ്റഡി ബൈബിൾ, ഐഡോലട്രി, സോസറി.
സോഴ്സറി, മന്ത്രവാദം. അപ്പൊ ഇവർക്കൊന്നും അത് തെളിഞ്ഞു വരുന്നില്ല. ഇനി അടുത്തത് വെരിയൻ ലിറ്ററൽ ബൈബിൾ, ഐഡോളട്രി, സോഴ്സറി എന്ന് പറഞ്ഞാൽ ഫാർമക്കിയ, മരുന്ന് അല്ലെങ്കിൽ വാക്സിൻ എന്ന് പറയുന്നതിന് പകരം അവരതിനെ മന്ത്രവാദം എഴുതി. കിങ് ജെയിംസ് ബൈബിൾ, ഏറ്റവും പ്രശസ്തമായി അറിയപ്പെടുന്ന ബൈബിൾ, ഐഡോളട്രി, വിഗ്രഹാരാധന. അത് കഴിഞ്ഞാൽ വാക്സിൻ എഴുതുന്നതിന് പകരം അവർ വിച്ച്ക്രാഫ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് ഇവർക്കാർക്കും ഹീബ്രു അറിയത്തില്ല, ഇവർക്കാർക്കും ഗ്രീക്ക് അറിയത്തില്ല. അപ്പോ ഇതൊക്കെ അറിയാവുന്ന വ്യക്തികളാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കിടന്ന് നമ്മളെ തന്നെ തെറ്റിക്കുവാനായിട്ട് അനാവശ്യമായിട്ട് ഗവൺമെന്റുമായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാകാനൊന്നും കടന്നു പോകാതെ, ഒരു ഏലിയ യുദ്ധത്തിന് കടന്നു പോകാതെ ഈ ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ചാൽ അവന് കൊള്ളാം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇനി മനസ്സിലാക്കേണ്ടത്, ഫാദർ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ആ പോസ്റ്റില് അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ജഡത്തിന്റെ പ്രവൃത്തികളിലെ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് വാക്സ്, ജഡത്തിന്റെ പ്രവൃത്തികളിൽ മരുന്നില്ല. അത് നമ്മൾ കടയിൽ നിന്ന് പഠിക്കുന്ന മരുന്നല്ല ജഡത്തിന്റെ പ്രവൃത്തികൾ. നമ്മൾക്കൊരു അങ്ങനെയെങ്കിൽ അതാണ് ജഡത്തിന്റെ പ്രവൃത്തിയാണ്, ഈ മരുന്നാണ് വാക്സിൻ എങ്കിൽ, മക്കളെ മരുന്നാണ് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എങ്കിൽ നമ്മളെല്ലാവരും മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എടുത്തു കഴിഞ്ഞു. ഈ നിങ്ങൾ പാരസെറ്റാമോൾ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പാരസെറ്റാമോൾ നിങ്ങൾ കഴിച്ചോ? അങ്ങനെയെങ്കിലും നിങ്ങൾ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എടുത്തു കഴിഞ്ഞു. അല്ല പോലെ മരുന്നല്ല, വാക്സിനാണ് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ആണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പോളിയോ വാക്സിൻ എടുക്കാത്ത ആരെങ്കിലും, സ്കൂളിൽ പോയപ്പോ വാക്സിൻ എടുക്കാത്ത ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എടുക്കുക. പ്രിയ സഹോദരങ്ങൾ, ഇത് വെറും വിഡ്ഢിത്തമായി. ജഡത്തിന്റെ പ്രവൃത്തികളോ പൂർണ്ണടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പകപിണക്കം. അതിന്റെ ഇടയിൽ ആഭിചാരത്തിന്റെ കൂടെ വാക്സിൻ അല്ലെങ്കിൽ മരുന്നും കയറ്റി വെച്ച് അതൊരു വിഡ്ഢിത്തമായി നമ്മൾ വായിക്കും. അത് മനസ്സിലാക്കും. താഴെ അതിന്റെ ഗ്രീക്ക് ക്രമീകരണം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ആസ് ഇറ്റ് ഇസ് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഫാർമക്കിയ എന്ന വേർഡ് അത് G5331 ആണ്. അതിന് മെഡിക്കേഷൻ എന്നുള്ള അർത്ഥമുണ്ട്, പക്ഷെ അത് ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഇംഗ്ലീഷ് ആ ചുമന്ന ലെറ്റർ കൊടുത്തിട്ടുണ്ടല്ലോ. ദാറ്റ് ഈസ്, അതായത് മാജിക്, സോഴ്സറി, വിച്ച് ക്രാഫ്റ്റ്. വളരെ വ്യക്തതയോടെ കൊടുത്തേക്കണേ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കിക്കോ. മരുന്ന് ജഡത്തിന്റെ പ്രവൃത്തികൾ അല്ല. വാക്സിൻ ജഡത്തിന്റെ പ്രവൃത്തിയിൽപ്പെട്ട ഒന്നല്ല. അത് ആഭിചാരമാണ്, ക്ഷുദ്രമാണ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ വിച്ച് ക്രാഫ്റ്റ് ആണ്, സോഴ്സറി. ഹല്ലേലൂയ. ഇനി മാർക്ക് ഓഫ് ദ ബീസ്റ്റ് കൊണ്ടുവരുന്നത് ബാബിലോൺ വേശ്യ അല്ല. വെളിപ്പാട് പുസ്തകം 17:18 പറയുന്നത് മാർക്ക് ബീസ്റ്റിനെ കുറിച്ച്, ആന്റിക്രിസ്റ്റിനെ കുറിച്ചല്ല, ബാബിലോൺ വേശ്യയെ കുറിച്ചാണ് പറയുന്നത്. വേശ്യ മതത്തിലുള്ള സ്വന്തം മഹത്വത്തിനായി തനിക്ക് പേരുണ്ടാക്കുന്ന, അഹങ്കരിക്കുന്ന, ലോകസ്നേഹിയായ ഒരു കൂട്ടം ജനത്തെയാണ്, സഭയിലുള്ള അതായത് മതത്തിലുള്ള ഒരു കൂട്ടം ജനത്തെയാണ് ബാബിലോൺ എന്ന് പറയുന്നത്. അത് പട്ടണം പണിക്ക് തുല്യമാണ്. അവനവന് പേരുണ്ടാകും. ഇനി അടുത്തത് വേറൊന്ന്. ഇപ്പൊ 2 സ്ഥലത്ത് ഈ ഫാർമക്കിയ പറഞ്ഞത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 3ാമത്തെ സ്ഥലം വെളിപ്പാട് പുസ്തകം 9-21 വാക്യമാണ്. അവിടെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ദേവദാസന് ഈ സഹോദരിമാരിൽ ഒരാൾ ഒരു വിഡ്ഢിത്തം പറഞ്ഞു. എന്നാന്നറിയാം വിഡ്ഢിത്തം? പ്രസംഗത്തിനിടയിൽ, സഹോദരങ്ങളെ, നമ്മളുടെ സഹോദരന്മാരിൽ പലരും ഈ വാക്സിൻ എടുത്തുപോയി. നമുക്ക് എന്ത് ചെയ്യാന്നറിയാമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു കാര്യം മനസ്സിലാക്കി, ഈ വാക്സിൻ എടുത്ത്, അതായത് ഇപ്പൊ പറഞ്ഞു ഇപ്പൊ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എനിക്ക് വാക്സിൻ ആയി. ശ്രദ്ധിച്ചേ, ഈ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന സംഭവം എടുത്താൽ അവന് പിന്നെ മാനസാന്തരത്തിനും അവസരമില്ല. ഈ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന് പറയുന്ന സംഭവം എടുത്തു കഴിഞ്ഞാൽ അവന് പിന്നെ മാനസാന്തരത്തിന് അവസരം ഇല്ല. അതൊന്ന് മനസ്സിലാക്കാനായി ഫലിത രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതാ വെളിപ്പാട് പുസ്തകം 9:21 അവിടെയും പറഞ്ഞിട്ടുണ്ട്. 3 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ ഈ ഫാർമക്കിയാണ്.
അവിടെയും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം. അതായത് പല പല ബാധകള് ദൈവം അയക്കും, ദൈവകോപത്തിന്റെ ഭാഗമായി. അപ്പോ ആ ബാധകളിൽ മരിച്ചു പോകാതെ ഈ ജനം എങ്ങനെയെങ്കിലും മാനസാന്തരപ്പെടുമെന്ന് ദൈവം നോക്കണേ. അപ്പോ അവര് ഇടയ്ക്കിടയ്ക്ക് അവര് മാനസാന്തരപ്പെടുമെന്ന് നോക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്ത് എഴുതിയിട്ടുണ്ട്? ക്ഷുദ്രം, ഫാർമക്കിയ വന്ന് കയറിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ വന്ന് കയറിയിട്ടുണ്ട് ക്ഷുദ്രം. അതായത് ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ മാർക്കോ ദ ബീസ്റ്റ് ആണെന്നാണല്ലോ ഈ പറയുന്നത്. ഫാർമക്കിയ അത് മാർക്കോ ദ ബീസ്റ്റ് ആണ്. അവരെഴുതിയിരിക്കുകയാണ് ഈ മാർക്കോ ദ ബീസ്റ്റ് എടുത്താലും മാനസാന്തരപ്പെടാൻ കഴിയുമെന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനം വരുന്നത്. മനസ്സിലാക്കിക്കോ, മാർക്കോ ദ ബീസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുവന് മാനസാന്തരപ്പെട്ട് തിരികെ വരാൻ പറ്റില്ല, അവൻ നിത്യശിക്ഷ അനുഭവിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നു മാർക്കോ ദ ബീസ്റ്റ് ഓർ വാക്സിൻ ഉപേക്ഷിച്ച്, ഞാൻ കുറച്ചുകൂടി വലുതാക്കി തരാം നിങ്ങൾക്ക്. മാർക്കോ ദ ബീസ്റ്റ് ഓർ വാക്സിൻ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടാത്ത മനുഷ്യർ, അത് പലത രൂപത്തിൽ എഴുതിയിരിക്കുന്നതാട്ടോ, അങ്ങനെയല്ല. മാർക്കോ ദ ബീസ്റ്റ് എടുത്താൽ മാനസാന്തരപ്പെടാൻ പറ്റില്ല. ഇവിടെ എഴുതിയിരിക്കുന്നു ഇത് ഹൗവോള വ്യാഖ്യാനം എഴുതി വെച്ചിരിക്കുന്നത്. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വയ്യാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാത്തവണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. അപ്പൊ ഈ ബാധകളിൽ മരിക്കാത്തവരും മാനസാന്തരപ്പെടുത്തില്ലെന്ന് എഴുതിയേക്കണേ. അപ്പൊ ദൈവം ഒരു മാനസാന്തരപ്പെടുത്തുന്നത് കാത്തിരിക്കുക. ഇനി നമ്മുടെ പാർട്ടി വരുന്നു. തങ്ങളുടെ കൊലപാതകം ക്ഷുദ്രം, ഇതാണ് മാർക്കോ ദ ബീസ്റ്റ്. ഇപ്പൊ ഇവർക്കൊന്നും അറിവില്ല. ഈ സ്ത്രീകൾക്ക് അറിവുള്ളൂ. ഈ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ട്രാൻസ്ലേഷന്മാർക്ക് ഒന്നും അറിവില്ലേ? അവിടെ എഴുതിയിരിക്കുകയാണ് ക്ഷുദ്രം, ഇംഗ്ലീഷിലാണെങ്കിൽ സോൾസറി. അപ്പോ ഇതിനെയാണ് ഫാർമക്കിയ എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് ഇതിനെയാണ് അവർ പറയുന്നത് ഇത് വാക്സിൻ ആണ്, ഇതാണ് മാർക്കോ ദ ബീസ്റ്റ്. ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവയിട്ട് മാനസാന്തരപ്പെട്ടില്ല. അതിന്റെ അർത്ഥം തങ്ങളുടെ കൊലപാതകം ശ്രദ്ധിച്ചാട്ടെ, തങ്ങളുടെ കൊലപാതകം ക്ഷുദ്രം, അല്ലെങ്കിൽ വേറെ പറഞ്ഞാൽ വാക്സിൻ, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. അതിന്റെ അർത്ഥം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവർ പറയുന്നതിനനുസരിച്ച് നമുക്ക് മാർക്കോ ദ ബീസ്റ്റ് എടുത്താലും മാനസാന്തരപ്പെടാൻ പറ്റുമെന്നാണ്. എന്നാൽ മാർക്കോ ദ ബീസ്റ്റ് മാനസാന്തരപ്പെടാൻ അവന് വഴിയില്ല, അവൻ തീ പൊയ്കയിലേക്ക് പോകും. അതിന് താഴെ എഴുതിയിരിക്കുന്നു മാർക്കോ ദ ബീസ്റ്റ് എടുത്തവൻ ഇനി മാനസാന്തരത്തിന് അവസരമില്ലടോ. വെളിപ്പാട് പുസ്തകം 14 അധ്യായം 9-11 വാക്യം. അതിന്റെ ഇടയിൽ ഏതൊരു സഹോദരിയാണ് തോന്നുന്നു ചോദിച്ചൊരു ചോദ്യം. മാർക്കോ ദ ബീസ്റ്റ് എങ്ങനെ തിരിച്ചറിയാം? വളരെ സിമ്പിൾ. ആ ചോദ്യത്തിൽ തന്നെ എങ്ങനെയുണ്ട്? ചോദ്യത്തിന് ഉത്തരവുണ്ട്. മാർക്കോ ദ ബീസ്റ്റ്. ഷാൻഡി എന്ന് പറഞ്ഞ സിസ്റ്റർ ചോദിച്ചു. ഷാൻഡിയുടെ കാർ, അല്ലെങ്കിൽ ഷാൻഡിയുടെ ചുരിദാർ, ഷാൻഡിയുടെ പപ്പ, അതെല്ലാം ഷാൻഡിയുടെ പണം, ഷാൻഡിയുടെ എല്ലാം ആ കുഞ്ഞ് ഷാൻഡിയുടെ ഷാൻഡിയുടെയാണ്. മാർക്കോ ദ ബീസ്റ്റ് എങ്ങനെയാണ് തിരിച്ചറിയാം? അത് ബീസ്റ്റിന്റെയാണ് മാർക്ക്. ആ മാർക്ക് തരുന്നത് ബീസ്റ്റ് ആണ്. ബീസ്റ്റിന്റെയാണ് മാർക്ക്, അല്ലാണ്ട് ബാബിലോൺ വേശ്യയുടെ അല്ല മാർക്ക്. ബീസ്റ്റിന്റെയാണ്. ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ആന്റി ക്രൈസ്റ്റ്. ദൈവമെന്നോ പൂജാവിഷയമെന്നോ പറഞ്ഞ് ദൈവമെന്ന പേരുള്ളതിന്റെ സകലത്തിനുമെതിരെ തന്നെത്താൻ എതിർക്കുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന എതിരാളി എത്രേ അവനാണ് മാർക്കോ ദ ബീസ്റ്റ് ഇറക്കുന്നത്. അവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവമെന്നോ പൂജാവിഷയമെന്നോ പറഞ്ഞ് തന്നെത്താൻ ഉയർത്തുന്നതിനെ കണ്ടിട്ടുണ്ടോ? അവനാണ് ബീസ്റ്റ്, അവനാണ് ക്രിസ്തു രഥം നിൽക്കുന്നത്, അവൻ ഇറക്കുന്നതാണ് മാർക്കോ ദ ബീസ്റ്റ്. അങ്ങനെ നിങ്ങൾക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാം. ഷാൻഡിയുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ആദ്യം ഷാൻഡി വരണം, ഷാൻഡി വന്നാലേ ഷാൻഡിയുടെ കുഞ്ഞ് വരും. മാർക്കോ ദ ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ബീസ്റ്റ് വെളിപ്പെടണം. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന്
ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് ആരാ തടുക്കുന്നത്? ദൈവം തന്നെ തടുക്കുന്നത്. അപ്പോ ദൈവം ആ തടുക്കുന്ന മാറുമ്പോ വെളിപ്പെട്ടവർ അവൻ വെളിപ്പെടാതെ അവന്റെ മാർക്ക് വെളിപ്പെടത്തില്ല. ഷാൻഡി ജനിക്കാതെ ഷാൻഡിക്ക് കുഞ്ഞു വരത്തില്ല. ആദ്യം അവൻ വെളിപ്പെടട്ടെ. അങ്ങനെ തിരിച്ചറിയാം. അപ്പോ ഇനി ഇതാ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആ അടുത്ത തലം എന്ന് പറയുന്നത്, ഓ ഫാദർ ഐ താങ്ക് യു. നമ്മള് വായിച്ച ഭാഗം പെട്ടെന്ന് ഞാൻ വിട്ടുപോയി. മാനസാന്തരം ഇല്ല എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം. അതായത് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം മാർക്കോസ് വെച്ചെടുത്താൽ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല. പക്ഷെ ഹൗവ വ്യാഖ്യാന പ്രകാരം തിരിച്ചെടുത്ത് വരാൻ പറ്റും. 14-ന്റെ 9 മുതൽ 11 വരെ വായിച്ചോളൂ. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. മനസ്സിലായോ? ഏറ്റെടുത്തവനും മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ ഞാൻ നിങ്ങളെ വിളിക്കുന്നൊന്നുമല്ല, ശിക്ഷ അനുഭവിക്കും. അവിടെ തിരിച്ചു വരലില്ല. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ. ഇന്ന് നെറ്റിയിലും മുദ്ര ആയിട്ടില്ല, കൈമേലും മുദ്ര ആയിട്ടില്ല. അത് വരും. ഓക്കെ, അത് കൈ പറയുമ്പോൾ വളരെ പ്രിസൈസ് ആയിട്ട് ദൈവത്തിന് വചനം പറയുന്നത് വലക്കൈ. ഓക്കെ, അത് വരും. ബൈബിൾ തെറ്റിപ്പോകത്തൊന്നുമില്ല. ബൈബിൾ അങ്ങനെ തന്നെ വരും. ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. അത് ദൈവക്രോധമാണ്. ദൈവക്രോധമാണ്, കുടിക്കേണ്ടി വരും. അവിടെ മാനസാന്തരത്തിനിടയില്ല, കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അനുഭവിക്കാമെന്നല്ല, അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിന്റെ പോയി എന്നേക്കും പൊക്കും. മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവുക. മനസ്സിലായോ? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരന്മാര് ചിലര് വാക്സിൻ എടുത്തവരോട് എടുക്കാത്തവരോട് ഞാൻ ഇരിക്കാൻ പോകാറില്ല. ഒരാളെന്നോട് വിളിച്ചു പറഞ്ഞത് എങ്ങനെയാണ്, വേറെ ഞാൻ വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോ ഇന്ന ആള് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, വേറെ ഇപ്പൊ എങ്ങനെയുണ്ട്, സ്വസ്ഥത ഉണ്ടോ? സ്വസ്ഥതയുണ്ടോ? അതിനോട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ, എനിക്കാണ് സ്വസ്ഥതയാണ്. അപ്പോ ഈ വചനം കൊണ്ട് അവർ ചോദിച്ചത്, അവന് രാവും പകലും എന്തുണ്ടാവില്ല? ഒരു സ്വസ്ഥതയും ഉണ്ടാകത്തില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആദ്യം നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വാക്സിൻ അല്ല മാർഗം. നിങ്ങൾ അതിനെ തെറ്റിദ്ധരിച്ച് ഒരു ഏലിയ യുദ്ധത്തിനൊന്നും പോകണ്ട. ഈ ഏലിയ നിങ്ങൾക്ക് ദൈവം നിങ്ങളെ അത് എടുക്കാൻ പറയാൻ എടുക്കണ്ടെന്ന് പറയുന്നില്ല. ഞാൻ അതിനെ എടുക്കാനും പറയുന്നത് എടുക്കണ്ടെന്ന് പറയും. എനിക്ക് എന്റെ ഭാവി നോക്കിയാൽ ഞാൻ നിങ്ങളുടെ ഭാവി നോക്കാൻ പോയിട്ട് എന്റെ ഭാവി നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതുമായിട്ട് പലരും, ഞാൻ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ്, പലരും വാട്സപ്പിൽ അതിലേക്ക് സന്ദേശിച്ചുള്ളൂ. പക്ഷെ ഈ കാലഘട്ടത്തിൽ പിശാചിന്റെ ആളുകൾ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എനിക്ക് മറുപടി കൊടുക്കാൻ നിവൃത്തിയില്ല. കാരണം എന്ത് മറുപടി കൊടുത്താലും സ്ക്രീൻഷോട്ട് എടുക്കുകയും വോയിസ് റെക്കോർഡ് എടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് പാസ്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ ഒന്നും ഞാൻ ചതിക്കപ്പെടാനായിട്ട് ഫാർമക്കിയ എന്നുള്ള വാക്ക് മെഡിക്കേഷൻ അർത്ഥമുണ്ട്. പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് അത് ക്ഷുദ്രം, വിച്ച്ക്രാഫ്റ്റ്, സോഴ്സ്, ആഭിചാരം എന്നൊക്കെയാണ്. ഇതുകൊണ്ടാണ് പണ്ഡിതന്മാര് അനേക ബൈബിളുകളിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ക്ഷുദ്രവും സോഴ്സറിയും മാത്രമായിട്ട് നിലവും, അല്ലാതെ മരുന്ന് എന്ന അർത്ഥം ഉണ്ടെങ്കിൽ അത് മരുന്നെന്ന അർത്ഥത്തിൽ എന്താണ് ഉപയോഗിക്കുന്നത്.
എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം മാർഗോപദേശം എടുത്ത് കഴിഞ്ഞു. കാരണം ഒരു പാരസെറ്റാമോളും കഴിക്കാത്തവരാരും ഇല്ലല്ലോ. ഇനി വാക്സിൻ ആണെങ്കിൽ ഒരു പോളിയോ വാക്സിൻ എങ്കിലും എടുക്കാത്തവരാരും. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതിലൊന്നും നിങ്ങൾ തകർക്കപ്പെടാതെ ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യരുടെ ചതിയാൽ തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ വീണുപോകരുത്. ദൈവം നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിന് എതിരെ നിങ്ങളെ വീഴിക്കാൻ വേണ്ടി പിശാച് ഹവ്വയിലൂടെ സംസാരിക്കും. ഹവ്വയിലൂടെ മാത്രമല്ല, ഹവ്വയെ കേട്ട ആദങ്ങളിലൂടെ സംസാരിക്കും. നിങ്ങൾ അതിൽ ഒന്നും വീഴുവാനായിട്ട് അവനവന്റെ ഭാവിക്ക് അവനവൻ ഉത്തരവാദി. ഇപ്പൊ ഇതിന് താഴെ പലരും, പ്രത്യേകിച്ച് ഹവ്വയുടെ ആളുകൾ ധാരാളമുണ്ട്, കമന്റ് എഴുതുമായിരിക്കും. ഞാൻ അതൊരു കമന്റ് എഴുതുന്നില്ല. കാരണം എനിക്ക് കമന്റ് എഴുതാൻ താല്പര്യമേ ഇല്ല. എനിക്ക് ആകപ്പാടുള്ള താല്പര്യം ആദ്യം എന്നെ തന്നെ സൂക്ഷിച്ച് എന്റെ രക്ഷ, പിന്നെ എന്റെ സഹോദരങ്ങളായ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കടന്നു പോകുന്ന പാത നിങ്ങളെ അറിയിക്കുന്നു. ഇതുപോലെ പുസ്തകം പറഞ്ഞതുപോലെ ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാണ്, നിങ്ങൾ എന്റെ അനുകാരി. ഇവരെ അറിയിക്കുന്നു. താല്പര്യമുള്ളവർക്ക് നടക്കാം, താല്പര്യമില്ലാത്തവര് അവനവൻ എന്താണോ ദൈവം അതനുസരിച്ച് ചെയ്യണമേ. എന്റെ കുഞ്ഞുങ്ങൾ ആരും ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവം തന്ന ചിന്തയാണ്. കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ അവരും ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ഈ വഴിയിൽ നിന്ന് കണ്ണിലടയ്ക്കും. എല്ലാവരുടെ സ്വകീയ Daddy, thank you for your word. ഞങ്ങൾ മനുഷ്യരുടെ ചതിയാൽ തെറ്റിപ്പോകാതെ ഞങ്ങളുടെ ലക്ഷ്യം ക്രിസ്തുവാകുന്ന തലയോളം വളരുക എന്നുള്ളതാണ്. അതിൽ ഞങ്ങളെ തെറ്റിച്ച് പല പല തർക്കങ്ങളിലേക്ക്, ബൈബിളിൽ ആവശ്യപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളിലേക്ക് ഒക്കെ ഞങ്ങളെ കൊണ്ടുപോകും. ഞങ്ങളുടെ സമയം കളഞ്ഞ് ഏലിയാബ് യുദ്ധങ്ങളിൽ കൊടുക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ തകർന്നു പോകട്ടെ. അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ആദ്യ പ്രസംഗം പുൾപിറ്റിലല്ല, സ്റ്റേജിലല്ല, സൂമിലല്ല, ഞങ്ങളുടെ വീട്ടിലെ ജീവിതത്തിലാണ്. ഞങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ഒരു പ്രസംഗം. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ അങ്ങനെ അതിനിഗൂഢമായ മറ്റൊരു സന്ദേശം അങ്ങ് ഞങ്ങളെ അറിയിച്ചു. ഞങ്ങളുടെ പ്രവർത്തന രീതി എന്ത്? ഞങ്ങളെ അങ്ങ് വിളിച്ചിരിക്കുന്ന മഹാസ്നേഹം ദൈവപുത്രനായ യേശുവിനോട് അനുരൂപമാവും. യേശുവിന്റെ സഹോദരങ്ങളായി തീരും. യേശുക്രിസ്തു പ്രവർത്തിക്കുന്നത് പോലെ ഞങ്ങളും പ്രവർത്തിക്കുക. തന്റെ പിതാവിനാൽ ആരംഭിച്ച് പിതാവിന്റെ ശക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്ന ആ മകനെ പോലെ അങ്ങനെ അടിയങ്ങളോട് പറഞ്ഞു, എന്റെ മകൻ എന്റെ വാക്ക് കേട്ട് എന്റെ ശക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തും എന്നതുപോലെ കർത്താവായ യേശു സ്വർഗീയ പിതാവിന്റെ വാക്ക് കേട്ട് സ്വർഗീയ പിതാവിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കാര്യങ്ങൾ നടത്തും. ഇതത്രയും ഒരു ദൈവത്തിന്റെ സ്ട്രക്ചർ. അവൻ ആരംഭിക്കുന്നത് പിതാവിൽ, അവൻ പ്രവർത്തിക്കുന്നത് പിതാവിന്റെ ശക്തി ഉപയോഗിച്ചാണ്. ഞാൻ ദൈവാത്മാവാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല, ദൈവരാജ്യം നിങ്ങളടുത്ത് വന്നിരിക്കുന്നു സ്പഷ്ടം. അവന് ദൈവവചനമെന്ന് പേര്. നമ്മുടെ കുട്ടികൾക്ക് നാം പേര് ദൈവം തന്റെ ആദ്യജാതിന് പേരും ദൈവവചനം. ദൈവവചനം, അവന്റെ പേര് ദൈവവചനം. Thank you for the revelation. മനുഷ്യരെ തെറ്റിച്ച് കളയുന്ന ആ തന്ത്രങ്ങളിൽ വീഴാതെ അങ്ങ് ഞങ്ങളെ അറിയിച്ചു.
എന്താണ്, എങ്ങനെ തിരിച്ചറിയാം എന്നല്ല മാർക്കോ ദ ബീസ്റ്റ്. അവസാന പരീക്ഷയുടെ ഭാഗമാണെന്നും ദൈവിക ഭരണകൂടത്തിലേക്ക് തുടർന്ന് ഭൂമിയെ വാഴേണ്ട ക്രിസ്തുവിനോട് ചേർന്ന് ദൈവപുത്രനായ വചനമാകുന്ന ക്രിസ്തുവോട് ചേർന്ന് വാഴേണ്ട ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കേണ്ട അവസാന പരീക്ഷയുടെ ഭാഗമാണ്. വെളിപ്പാട് 20:4 പറയുന്നത് പോലെ ജയിക്കുന്നവൻ മൃഗത്തെ വണങ്ങാതെ അവന്റെ മുദ്രയെടുക്കാതെ തലയർക്കപ്പെട്ടവർ എഴുന്നേറ്റു 1000 ആണ്ട് ക്രിസ്തുവിനോട്. ആ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് ഏലിയാബ് യുദ്ധങ്ങളിൽ കുടുക്കുവാൻ, കുടുങ്ങിപ്പോകുവാൻ, മനുഷ്യരുടെ തന്ത്രങ്ങൾ കുടുങ്ങുവാൻ അനുവദിക്കാതെ നയിക്കണം. ഈ മക്കളെല്ലാം കിടക്കാൻ അങ്ങനെ സന്ദേശത്തിനായി നന്ദിയാണ്. ഓരോ ദിവസവും ഫ്രഷായി പുതിയതായി ഉണ്ടാക്കി തരുന്ന സമയം അങ്ങനെ തരുന്ന സന്ദേശത്തിന് ജനത്തെല്ലാം കിടക്കാൻ അവരുടെ സകല ആവശ്യങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കുക. ദുഷ്ടം തൊടാതെ വരുമ്പോൾ സമാധാനം ഒരാൾ കൽപ്പിക്കുന്നു, കൃഷ്ണനോട് കൽപ്പിക്കുന്നു, കിങ്ഡം പ്രോപ്പർട്ടീസ് തൊട്ടുപോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. താങ്ക് യു. പ്രിയരെ, സ്വർഗത്തിലെ ദൈവത്തോളം നമ്മളെ സഹായിച്ചു. എന്നെ ഏൽപ്പിച്ചത് ഞാൻ നിങ്ങൾ അതിൽ നടന്നാൽ ദൈവവചന പ്രകാരം അത് ശരിയോ എന്ന് ഉറപ്പിക്കുക, നടക്കുക. അവനവന് കൊള്ളാപ്പോൾ തന്നെ ആത്മീയമായ അദൃശ്യരാജ്യം, ദൈവരാജ്യത്തിലെ ദൈവമക്കൾ, പുതിയ അവയെ കുറിച്ച് ഇന്ന് ബൈബിളിൽ സിലബസിൽ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പഠിച്ചതാണ് പലതും. സമാചരിത്രം, പ്രസംഗശാസ്ത്രം, ആത്മശാസ്ത്രം ഒക്കെ ഞങ്ങൾ വളരെ പഠിച്ചിട്ടുണ്ട്. എങ്കിലും ദൈവരാജ്യവും അപ്പോൾ തന്നെ ദൈവരാജ്യ പുതിയ സൃഷ്ടിയെ കുറിച്ച് പഠിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും സ്കൂളുകൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവകാശം ഇവിടെ നിങ്ങൾക്ക് സൗജന്യമായി പഠിക്കുവാൻ തക്കവണ്ണം വാട്സപ്പ് പോലുള്ള വേറെ പ്രോഗ്രാമാണ് ടെലിഗ്രാം. അത് നിങ്ങൾക്ക് SVJKG and SVJ Chaji of Brad Joseph, KG of the Kingdom of God and NC New Creation. ഇത് ഓൾറെഡി അത് അവൈലബിൾ ആണ്. വാട്സപ്പ് പോലെയല്ല, നിങ്ങൾ എൻറോൾ ചെയ്ത പഴയ സന്ദേശങ്ങൾ കൊച്ചു പാക്കേജുകൾ 14 മിനിറ്റ് 15 മിനിറ്റ് സന്ദേശങ്ങൾ ആഴ്ച 2-3 സമയമുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. അവസാന കണ്ടാൽ ചെല്ലുമ്പോൾ ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല എന്നൊന്നും ആരും പറയാനില്ല. യാഗത്ത് ദൈവത്തിന്റെ ഏവരെയും സഹായിക്കട്ടെ. എത്രത്തോളം ഞങ്ങളോട് കൂടെ ആയിരുന്നു ഇതേ കേൾപ്പാനിടയായതിന് ഞങ്ങൾ സന്തോഷിക്കുന്നു. സഹോദരങ്ങളെ ഒരു കാര്യം ഓർമ്മിക്കട്ടെ, ഞാൻ ഒരു മനുഷ്യനും ഇതിനല്ല, കാരണം എന്റെ പോരാട്ടം ഞങ്ങളോടല്ല, പകരം എല്ലാവരും സത്യം സംസാരിക്കണമെന്ന് ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു ജാതിയിലോ സംഘടനയിലോ വ്യക്തിത്വങ്ങളിലോ ഇതിലൊന്നും ഞാനില്ല. പകരം ഞാൻ സ്വകീയ കുടുംബക്കാരനാണ്, ദൈവരാജ്യക്കാരനാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളും അതേപോലെ ദൈവിക കുടുംബമായി വെളിപ്പെട്ടാട്ടെ. എല്ലാവരെയും ഏത് മതത്തിൽപ്പെട്ടവരായാലും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുവാൻ ദൈവം നിങ്ങളെയും ഏവരെയും സഹായിക്കട്ടെ. സന്തോഷം.